Okay, great. Welcome to Mind Power Academy. Thank you so much for all your presence. ഇത്രയും എനർജി, ഇത്രയും ലൈഫ് എനർജി ഈ ഒരു നിമിഷത്തിൽ ഇവിടെ കൂടുള്ളതിന് ഞാൻ ജഗദീശ്വരനോട് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച് ഫോർ എവ്രി വൺ, ഈച്ച് വൺ ഓഫ് യു. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. ലവ് യു ആൾ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് മണി ആറ്റിറ്റ്യൂഡാണ്. മണി ആറ്റിറ്റ്യൂഡ് നമ്മളിത് ക്ലാസ്സിൽ ഡെയിലി ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഞാൻ കരുതി അങ്ങനെയുള്ള സെഷൻസ് ആയിരിക്കും ഇതിലുണ്ടാവുക. ഓക്കെ, അപ്പോൾ മണി ആറ്റിറ്റ്യൂഡ് എന്താണ്? പണം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലേക്ക് വരുന്നത്? പണം എന്താണ്? മണി ആർക്ക് വേണമെങ്കിൽ ആൻസർ പറയാം കേട്ടോ, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ. പണം എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന പിക്ചർ എന്താണ്? മണി എന്താ, വാട്ട് ഈസ് മണി എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒരുപാട് കേട്ടിട്ട് ഇപ്പം ഇങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ ഒരുപാടുണ്ട്, വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. ഓക്കെ, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സാധനം. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു വാല്യൂ എക്സ്ചേഞ്ച് അല്ലേ? ഒരു വാല്യൂ നമുക്ക് ഈ പണം കൊടുത്താൽ നമ്മുടെ ആവശ്യങ്ങളെല്ലാം സാധിച്ചു കിട്ടും അല്ലേ? ആവശ്യങ്ങൾ മെജോറിറ്റിയും മനുഷ്യസാധ്യമായതെല്ലാം പണം കൊടുത്താൽ നമുക്ക് കിട്ടും അല്ലേ? ഒരു വാല്യൂ രഞ്ജിത്തിന് ഇപ്പം എനിക്ക് മനസ്സിലായി, പ്രൊഫൈൽ കണ്ടപ്പോഴാണ് എനിക്ക് പരിചയമായത്. പ്രൊഫൈൽ നല്ല പരിചയമുണ്ട് എനിക്ക്, ഞാൻ നോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ വാല്യൂ എക്സ്ചേഞ്ച്, മണി ഈസ് എ വാല്യൂ എക്സ്ചേഞ്ച് അല്ലേ? മണി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പിക്ചർ എന്താണ്? മണി എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്ന ഇമോഷൻ എന്താണ്? ഓരോരുത്തരുടെയും ജസീല, മണി എന്ന് കേൾക്കും, പണം എന്ന് കേൾക്കുമ്പോൾ വരുന്ന ഇമോഷൻ എന്താണ്? മാഡ് പറയൂ. മാഡം ഹായ്. പണം എന്ന് വരുമ്പോൾ എനിക്ക് വരുന്നത് എനിക്ക് ആദ്യമൊക്കെ വരുന്നുണ്ടായിരുന്നത് പണം എന്ന് പോകും ആദ്യം അധികമൊന്നും വേണ്ട എന്നുള്ളൊരു ഇമോഷൻ ആയിരുന്നേ. പിന്നെ ഞാൻ മാമിന്റെ ക്ലാസ് ഒക്കെ കേട്ട് 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 ഇപ്പം പണം എന്ന് പറയുമ്പോ വന്നാ മതി, ഒന്ന് വന്നാ മതി, എല്ലാ സന്തോഷം വരും എന്നൊരു ഇമോഷനിലേക്ക് ഞാൻ മാറിയിട്ടുണ്ട്. വരും എന്നൊരു ഇമോഷനിലേക്ക് മാറിയിട്ടുണ്ട്. വരും, പണം എന്ന് കേൾക്കുമ്പോൾ വരും എന്നുള്ളൊരു ഇമോഷനാണ് അല്ലേ? ആ വേറെ ആർക്കാണ് ആൻസർ പറയാനായിട്ട് ആഗ്രഹിക്കുന്നവരൊക്കെ പറയട്ടെ. ആറ്റിറ്റ്യൂഡ്, ഇമോഷൻ, ആറ്റിറ്റ്യൂഡ് ഒക്കെ പറയാം. എന്താണ് പണം എന്ന് കേൾക്കുമ്പോൾ നിങ്ങളിലേക്ക് വരുന്ന ഇമോഷൻ എന്താണ്? ജസീല പറഞ്ഞു പണം ഒരു എനർജിയാണെന്ന് കേട്ടു. എനർജിയാന്ന് കേൾക്കുന്നത്. ഓക്കെ, എനർജി എന്ന് പറയുമ്പോൾ എന്താണ് എനർജി എന്ന് പറയുമ്പോൾ? ഇപ്പം ഞാൻ എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു എനർജി കിട്ടുന്നുണ്ടല്ലേ? ഒരു ഹാപ്പി ആണല്ലേ, സന്തോഷമല്ലേ കിട്ടുന്നത്? എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമല്ലേ തോന്നുന്നത് അല്ലേ? അങ്ങനെയല്ലേ? ഒരാളെ കാണുമ്പോൾ ഓരോരുത്തരെ കാണുമ്പോഴും എൻ്റെ ഒരു എനർജിയാണ് നിങ്ങൾക്കിപ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഓരോരുത്തരെ കാണുമ്പോഴും നമുക്കൊരു എനർജി. അപ്പോൾ പണം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഒരു എനർജിയാണ്. എന്ത് എനർജിയാണ് കിട്ടാറ്? എന്ത് എനർജിയാണ് സമ്മതിച്ചു, എന്ത് എനർജിയാണ് കിട്ടാറ്? ലത്തീഫ് പറഞ്ഞോളൂ. ആർക്കും ആൻസർ പറയാട്ടോ, മ്യൂട്ട് ചെയ്തിട്ട്, ഞാൻ ആരും മ്യൂട്ട് ചെയ്തിട്ടില്ല. എന്ത് എനർജിയാണ് കിട്ടാറ്? ആരാണ്? ഹസീന പറയാവോ? എന്ത് എനർജിയാണ് പണം എന്ന് കേൾക്കുമ്പോൾ കിട്ടാറ്? ഓക്കെ, പണം എന്ന് കേൾക്കുമ്പോൾ എന്ത് എനർജി? അപ്പൊ ഞാൻ എന്തായാലും ഇങ്ങനെ കുറെ ചോദ്യം ചോദിക്കണില്ല. ഞാൻ 10 മണി ആറ്റിറ്റ്യൂഡാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 10 അല്ല, 5 ഡിസ്കസ് ചെയ്യാൻ സമയം ഉണ്ടെങ്കിൽ നമ്മൾ ബാക്കിയോടെ കംപ്ലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത ആഴ്ച നമുക്ക് ഈ സമയത്ത് ഇരിക്കുമ്പോൾ ചെയ്യാം. ഞാൻ കുറച്ചൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം, നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ നിങ്ങളൊന്ന് എഴുതി വെച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞാലും മതി, പറയണേ. ഓക്കെ, വാട്ട് ഈസ് ദ എനർജി, വാട്ട് ഈസ് ദ ആറ്റിറ്റ്യൂഡ് കംസ് ടു യുവർ മൈൻഡ് വെൻ യു ടോക്ക് അബൌട്ട് ഇറ്റ്? ആദ്യത്തെ ചോദ്യമാണ്, നിങ്ങൾ പണത്തെ പറ്റി സംസാരിക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരാം? വെൻ യു ടോക്ക് അബൌട്ട് ഇറ്റ്. ഇപ്പൊ ആൻസർ പറയണ്ട, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് ഒരു വർക്കാണ്, ഒരു വർക്ക് പോലെ തരുവാണ്, ടാസ്ക് ആണ്. സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതിനെപ്പറ്റി തോന്നാറ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ ആറ്റിറ്റ്യൂഡ് കംസ് ടു യുവർ മൈൻഡ് വെൻ യു തിങ്ക് അബൌട്ട് ഇറ്റ്? വെൻ യു തിങ്ക് അബൌട്ട് ഇറ്റ്, എനിക്ക് ആൻസർ പറയണേ കേട്ടോ, എന്നാലേ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് യുവർ ആറ്റിറ്റ്യൂഡ് വെൻ യു റിസീവ് ഇറ്റ്? മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഈസ് ദ ആറ്റിറ്റ്യൂഡ് വെൻ യു റിസീവ് ഇറ്റ്? നിങ്ങൾക്കത് കിട്ടുമ്പോൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്? നമ്മൾ പറഞ്ഞു പണം എന്നാൽ ഒരു എനർജി എന്ന് പറഞ്ഞാൽ ആറ്റിറ്റ്യൂഡ്,
ഒരു ആറ്റിറ്റ്യൂഡ് അല്ലേ? ഒരാളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്? ഒരാൾ ഭയങ്കര കറേജിയസ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ട്. അവരുടെ ആറ്റിറ്റ്യൂഡ് എല്ലാത്തിനോട് ധൈര്യമുള്ള മനോഭാവമാണെങ്കിൽ നമുക്ക് അവരെ കാണുമ്പോൾ ഒരു എനർജി ഉണ്ട് അല്ലേ? അതേപോലെ ഈ പണത്തിന്റെ കാര്യത്തില് പണം എന്ന എനർജി ഓരോ ഘട്ടത്തിലും നിങ്ങൾക്ക് എന്ത് എനർജിയാണ് കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഫസ്റ്റ് 3 ചോദ്യം ഞാൻ പറഞ്ഞു. വാട്ട് ഈസ് ആറ്റിറ്റ്യൂഡ് വെൻ യു ടോക്ക് അബൌട്ട്? നിങ്ങൾ പണത്തെ പറ്റി സംസാരിക്കുമ്പോൾ എന്ത് എനർജിയാണ് നിങ്ങൾക്ക് കിട്ടാറ്? നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ആറ്റിറ്റ്യൂഡ് വെൻ യു തിങ്ക് അബൌട്ട് ഇറ്റ്? നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കിട്ടാറ്? നെക്സ്റ്റ്, വെൻ യു റിസീവ്, പണം കിട്ടുമ്പോൾ പണം നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്ത് എനർജിയാണ്? നെക്സ്റ്റ്, വെൻ യു സ്പെൻഡ് ഇറ്റ്, നിങ്ങൾ പണം ചെലവാക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് എനർജിയാണ് കിട്ടാറ്? പണം ചെലവാക്കുമ്പോൾ എന്ത് എനർജിയാണ്? നോട്ട് ജസ്റ്റ് എൻ്റെ അടുത്ത് പറയണേ, ആൻസർ പറയണേ. നെക്സ്റ്റ്, വെൻ യു ആസ്ക് ഫോർ ഇറ്റ്, പൈസയ്ക്ക് വേണ്ടി ആരുടെങ്കിലും ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നാറ്? ഇത് 5 ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങളൊന്ന് കണ്ടുപിടിക്കണം. അതിനുശേഷം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അപ്പോൾ എന്തൊക്കെയാണ് ചോദ്യങ്ങൾ? ഫസ്റ്റ് ചോദ്യം, ടോക്ക് അബൌട്ട് ഇറ്റ്. വെൻ യു ടോക്ക് അബൌട്ട് ഇറ്റ്, നിങ്ങൾ പണത്തെ പറ്റി സംസാരിക്കുമ്പോൾ തിങ്ക് അബൌട്ട് ഇറ്റ് ആണ്. ചെക്ക് ലിസ്റ്റ് ആണ്. നെക്സ്റ്റ്, വെൻ യു റിസീവ് ഇറ്റ്, പണം കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? വെൻ യു സ്പെൻഡ് ഇറ്റ്, പണം ചെലവാക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ദെൻ വെൻ യു ആസ്ക് ഫോർ ഇറ്റ്. ഒരു 2 മിനിറ്റ് തരാം, ഫൈൻഡ് ഔട്ട് ചെയ്തു. മാഡം, ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ. പറയട്ടെ ഒരു മിനിറ്റ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഒരു ചെക്ക് ലിസ്റ്റും കൂടെയാണ്. നിങ്ങൾ പണത്തോട് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത് ആണ്. വെൻ യു ടോക്ക് അബൌട്ട്, നിങ്ങൾ പണത്തെ പറ്റി സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യാറുള്ളത്? എന്താണ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്? വെൻ യു തിങ്ക് അബൌട്ട് ഇറ്റ്, പണത്തെ പറ്റി നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യാറുള്ളത്? വെൻ യു റിസീവ് ഇറ്റ്, നിങ്ങൾ ആ പണം കിട്ടുമ്പോൾ, നിങ്ങൾ ഏതെങ്കിലും രൂപത്തിൽ പൈസ കിട്ടുമ്പോൾ നിങ്ങൾക്കുള്ള ആറ്റിറ്റ്യൂഡ്. വെൻ യു സ്പെൻഡ് ഇറ്റ്, പണം ചെലവാക്കുമ്പോൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്? വെൻ യു ആസ്ക് ഫോർ ഇറ്റ്, ആരോടെങ്കിലും പണം ചോദിക്കും, പണത്തിന് വേണ്ടി എന്തെങ്കിലും കാര്യത്തിൽ ചോദിക്കുമ്പോൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്? ഈ 5 ചോദ്യങ്ങളാണ്. ഞാൻ വേണമെങ്കിൽ ഇത് വെർബ് മാത്രം ഞാൻ ഇവിടെ എഴുതാം, ചാറ്റിൽ എഴുതാം. എന്നാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം. അതിന് മുമ്പ് ഞാൻ എന്നെ ഒന്നും പരിചയപ്പെടുത്തിയില്ലല്ലോ. എൻ്റെ പേര് സ്മിത മാഹിൻ എന്നാണ്. നിങ്ങൾക്ക് പലർക്കും എന്നെ അറിയാമായിരിക്കും. ലൈഫ് ലൈനിലെ ക്ലാസ്സിലൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും. അല്ലാതെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഞാനൊരു വെൽത്ത് കോച്ചാണ്. വെൽത്താണ് ഞാൻ മെയിൻ ഏരിയ ആയിട്ട് പഠിപ്പിക്കുന്നത്. പിന്നെ ഹീലിംഗ് ഉണ്ട്, ഹീലറുമാണ്. കാരണം വെൽത്ത്, ഹെൽത്ത്, റിലേഷൻഷിപ്പ് എല്ലാം തന്നെ നമ്മൾ ഹീലിംഗ് പ്രോപ്പറായിട്ട് നടന്നാൽ മാത്രമാണ് നമുക്ക് ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയാലും വെൽത്ത് ആയാലും കരിയർ ആയാലും എല്ലാം നമുക്ക് ആക്സസ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഹീലിംഗ് പ്രോപ്പറായിട്ട് നടക്കണം. അപ്പോൾ ഇവിടെ ഞാൻ വെൽത്തിലാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ദെൻ ഹീലിംഗ് ഉണ്ട്. നമ്മുടെ 2 മെയിനായിട്ടുള്ള 2 പ്രോഗ്രാമുകളാണ്. വൈകിട്ട് 9, എല്ലാ ദിവസവും മൺഡേ ടു ഫ്രൈഡേ വൈകിട്ട് 9 മണിക്ക് നടക്കുന്ന ഹീലിംഗ് പ്രോഗ്രാം എന്ന് പറയുന്നത് EFT ടൂൾ ഉപയോഗിക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം പെയിൻ ഹീലിംഗ് ഉപയോഗിക്കുന്നുണ്ട്. സെൽഫ് ലവ്, ഫോർഗീവ്നെസ്, അങ്ങനെയുള്ള ഒരുപാട് ഒരു മനുഷ്യന് അവൻ്റെ ഒരു എനർജി വൈബ്രേഷൻ ചേഞ്ച് ചെയ്യാൻ, ഷിഫ്റ്റ് ചെയ്യാൻ, ഒരു ഹയർ എനർജിയിലേക്ക് പോകാൻ ആവശ്യമുള്ള ഘടകങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇപ്പോൾ ഈ ഒരു മാസം നമ്മൾ ഇന്നർ ചൈൽഡ് ഹീലിംഗ് കൂടെ കൊടുത്തിട്ടാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്, 1-to-1 സെഷനൊക്കെ ആയിട്ട്. നെക്സ്റ്റ് നമ്മൾ നടത്തുന്ന പ്രോഗ്രാമാണ് രാവിലെ 6:30 to 7:30, പിന്നെ 5 to 6 നടത്തുന്ന വെൽത്ത് ക്ലബ് എന്നുള്ള പ്രോഗ്രാം. അതിൽ വെൽത്തിനെ പറ്റിയാണ്, ബിസിനസ് ചെയ്യുന്നത്, നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ പണവുമായിട്ട് ഡീൽ ചെയ്യുന്നവരാണെങ്കിൽ സഹായിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. പിന്നെ നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ്, ഞാനൊരു ഇംഗ്ലീഷ് ടീച്ചർ ആയതുകൊണ്ട് തന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് നടത്തുന്നുണ്ട്. 1-to-1 സെഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ക്ലാസ്സുകളൊക്കെ ആയിട്ട് നമ്മൾ നടത്തുന്ന കുറേ പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്. നമ്മുടെ അക്കാദമിയുടെ പേര് മൈൻഡ് പവർ അക്കാദമി എന്നാണ്.
മൈൻഡ് പവർ അക്കാദമി. ഞാൻ ലൈഫ് ലൈനിൽ നിന്നാണ് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത്. ലൈഫ് ലൈനിൽ ഡോക്ടർ പി പി വിജയൻ സാറിൻ്റെ അടുത്തു നിന്നാണ് ഞാൻ TTP കഴിഞ്ഞത്. ഞാൻ ബേസിക്കലി ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. ഒരു MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പ്ലസ് BEd ആണ്. ഇപ്പം ഞാൻ MA സൈക്കോളജി ചെയ്യുന്നുണ്ട്. ദുബായിലായിരുന്നു കുറേ നാൾ. ദുബായിലെ കുറേ സ്കൂളുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നാട്ടിലും കുറച്ച് കോളേജുകളിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ടീച്ചിങ് ഫീൽഡ് വിട്ടിട്ട് ഇപ്പം ഞാൻ എൻറ്റയർലി ഒരു ലൈഫ് കോച്ച് എന്ന രീതിയിലേക്ക്, പ്രത്യേകിച്ചും ഓൺലൈനിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു ലൈഫ് കോച്ച്. കാരണം ഫാമിലി അറിയാലോ, ഒരു ഫാമിലിയും കൂടെ ഒപ്പം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഓൺലൈൻ ക്ലാസ്സസ് ആണ് ഏറ്റവും നല്ലതെന്ന് മനസ്സിലായപ്പോൾ ഓൺലൈനിൽ മാത്രമായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു ലൈഫ് കോച്ചാണ്. കാരണം ബിക്കോസ് ഫാമിലി ഈസ് സോ ഇമ്പോർട്ടൻറ്റ് ടു മീ. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഓൺലൈനിലാണ് നമ്മൾ ക്ലാസ്സസ് എടുക്കുന്നത്. അപ്പോൾ ഇത്രയാണ് എന്നെ പറ്റിയുള്ള ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് അടുത്ത് നമ്മളിപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ പോയിന്റ്സിലേക്ക് വരാം. ഓക്കെ, എനിവേ എന്തായാലും വെൽക്കം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ പ്രസൻസ് ആൻഡ് യുവർ എനർജി ഓവർ ഹിയർ, ഫോർ യുവർ ടൈം ഓവർ ഹിയർ. താങ്ക് യു സോ മച്ച് ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്. അപ്പം നമ്മുടെ ഫസ്റ്റത്തെ ചോദ്യം എന്ന് പറയുന്നത് വെൻ യു ടോക്ക് അബൌട്ട് ഇറ്റ്, പണത്തെ പറ്റി സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്താണ് സാധാരണയായിട്ട് നിങ്ങൾ കൺവേ ചെയ്യാറ്? പൈസ എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ, എന്താണ് സംസാരിക്കാറ്? മഹിമ പറയാവോ? ആൻസർ പറയാവോ മഹിമ? മഹിമ ആർക്കെങ്കിലും പറയാവോ? ആർക്കെങ്കിലും പറയാം കേട്ടോ, പറയാൻ സൗകര്യമുള്ളവർ പറയാം. പണത്തെ പറ്റി സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് വെൻ യു ടോക്ക് അബൌട്ട് ഇറ്റ്? ഒരു പണം എക്സാമ്പിൾ. എന്നത് ഒരു എനർജിയാണ്. എന്തോ സാറേ, ആരാ പറഞ്ഞേ? പണം എന്ന് പറഞ്ഞാൽ ഒരു എനർജിയാണ്. അപ്പോൾ ഈ എനർജിയെ പറ്റി സംസാരിക്കുമ്പോൾ സാർ എന്ത് എനർജിയാണ് ഈ യൂണിവേഴ്സിലേക്ക് കൊടുക്കാറുള്ളത്? പണം എനർജിയാണ്. പണത്തെ പറ്റി സംസാരിക്കുമ്പോൾ സാറിൻ്റെ എനർജി എന്താണെന്നുള്ളതാണ് ചോദിച്ചത്. ആറ്റിറ്റ്യൂഡ്, അതാണ് ആറ്റിറ്റ്യൂഡ്, മണി ആറ്റിറ്റ്യൂഡ്. എന്താണ് സാറിൻ്റെ എനർജി എന്താണ്? ഞാനൊരു എക്സാമ്പിൾ പറയാം, അതാണോന്നും ചെക്ക് ചെയ്യുക, ആ രീതിയിലാണോ ചെക്ക് ചെയ്യുക. ഐ ഫീൽ ബാഡ് ദാറ്റ് ഐ ഹാവൻറ്റ് അച്ചീവ്ഡ് മൈ ടാർഗറ്റ്സ്. ഞാൻ ആഗ്രഹിക്കുന്ന പണം എൻ്റെ കയ്യിൽ ഇപ്പോഴും ഇല്ല എന്നുള്ളൊരു സങ്കടം തോന്നാറുണ്ടോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥയാണോ ഫീൽ ചെയ്യാറുള്ളതെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. എപ്പോഴെങ്കിലും അല്ല, സ്ഥിരമായിട്ട് സാധാരണയായിട്ട് അങ്ങനെയാണോ ഫീൽ ചെയ്യാറ്? നമ്മൾ പതുക്കെ അവയർനെസ് ആണല്ലേ, ബോധം ഉണ്ടാവുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നത്. ഈ ബോധം വെക്കണ അനുസരിച്ച് നമ്മൾ മാറിയിട്ടുണ്ട്. എങ്കിലും മെജോറിറ്റി ടൈം പൈസയെ പറ്റി സംസാരിക്കുമ്പോൾ എന്താണ് ഫീൽ ചെയ്യാറ്? അതാണ് ചോദ്യം. ആർക്കും ആൻസർ പറയാം കേട്ടോ. എന്റെ കയ്യിലേക്ക് പൈസ വരും എന്നുള്ള ഒരു ഉറപ്പ്. എൻ്റെ കയ്യിൽ പൈസ വരുമെന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇപ്പോൾ ഇല്ല അല്ലേ? അല്ല, ഇപ്പോഴും ഉണ്ട്. അത് കൂടുതൽ ഉണ്ടാക്കാൻ പറ്റും. ഉള്ളതിൽ സംതൃപ്തനാണ്, എങ്കിലും കൂടുതൽ എനിക്ക് മണി ഉണ്ടാക്കാൻ പറ്റും. അതിനുള്ള മണി തോട്ട് എൻ്റെ മനസ്സിലുണ്ട്. അത് ഞാൻ ഡെവലപ്പ് ചെയ്യും. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. കൺഗ്രാറ്റുലേഷൻസ്. ഇൻഷാല്ലാ അതങ്ങനെ സത്യമാവട്ടെ. ഓക്കെ, അപ്പോൾ എനിക്ക് മണി എനിക്ക് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന പൈസ എന്നിലേക്ക് വരും എന്നുള്ളൊരു ഫീലിംഗ് ആണ് വരാറുള്ളത് സാധാരണയായിട്ട്. ഇങ്ങനെയാണെങ്കിൽ ഓക്കെ. അല്ല, സാധാരണയായിട്ട് നമുക്ക് എപ്പോഴും ചിലപ്പോൾ അങ്ങനെ നമ്മൾ മനഃപൂർവ്വം അങ്ങനെ ശ്രമിക്കാറുണ്ടെങ്കിലും മെജോറിറ്റി ടൈമിൽ നമുക്ക് കയ്യിൽ പൈസ ഇല്ലാത്ത അവസ്ഥ വരുമല്ലോ. നമ്മൾ എത്ര വലിയ ഐഡിയോളജി പറഞ്ഞ്, ഞാനായാൽ പോലും എത്ര വലിയ ഐഡിയോളജി പണത്തെ പറ്റി പറഞ്ഞാലും പൈസ ഇല്ലാത്തൊരവസ്ഥയിൽ, അതായത് പലരുടെയും ആവശ്യം ഡിഫറെൻ്റ് ആണ്. എനിക്ക് 5 ലക്ഷത്തിൻ്റെ ആവശ്യമാണെങ്കിൽ ചിലർക്ക് അത് 10 ലക്ഷത്തിൻ്റെ ആയിരിക്കും, ചിലപ്പോൾ ഒരു 5000 രൂപയുടെ ആയിരിക്കും. പൈസ എന്ന് പറയുന്നത് ഡിപ്പെൻസ്, എത്ര രൂപ ഉണ്ടെന്നുള്ളതല്ല, അത് ഡിപ്പെൻസ് ആണ്. എനിക്ക് 5 ലക്ഷമാണ് ആവശ്യമെങ്കിൽ വേറൊരാൾക്ക് 5 കോടി ആയിരിക്കും ആവശ്യം, വേറൊരാൾക്ക് 5000 രൂപയായിരിക്കും, 50,000 ആയിരിക്കും. അപ്പോൾ ഇറ്റ് ഡിപ്പെൻസ്. അപ്പോൾ പണം വെൻ യു ടോക്ക് അബൌട്ട്, ഞാൻ ആ ഒരു അവസ്ഥയിൽ പൈസയെ പറ്റി സംസാരിക്കുമ്പോൾ എന്താണ് നമ്മുടെ എനർജി? ഈ എനർജി മെയിൻറ്റെയിൻ ചെയ്ത് പോകാറുണ്ടോ? എല്ലാവർക്കും പറ്റാറുണ്ടോ? പറ്റാത്തവർ പറയാം, യെസ് എന്ന് പറയാം. അല്ലാത്തവർ നോ. പറ്റാറില്ല അല്ലേ? ഒരു സാധാരണ ഇപ്പൊ ഇൻക്ലൂഡിങ് മീ ആണ്. കാരണം നമ്മളൊരു അവയർനെസ് നമ്മൾ ജനറേറ്റ് ചെയ്ത് വരികയാണ്. കാരണം നമ്മൾ ഇത്രയും നാളും ജീവിച്ച സാഹചര്യത്തിൽ നമുക്ക് കിട്ടിയൊരു ബോധമുണ്ട്. പൈസേനെ പറ്റി ആലോചിക്കുമ്പോൾ പൈസ ഇല്ല, പൈസ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കഷ്ടപ്പാടാണ് കിട്ടാൻ എന്നുള്ള ബോധത്തിലാണ് ഞാൻ വളർന്നതെങ്കിൽ എൻ്റെ ബോധം അനുസരിച്ചാണ് എനിക്ക് വളരാൻ പറ്റുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് നമ്മളറിയാത്ത എത്രയോ കാര്യങ്ങൾ ഈ ലോകത്തുണ്ട് അല്ലേ?
എത്രയോ സ്പേസസ് ഉണ്ട്, എത്രയോ സ്ഥലങ്ങൾ, എത്രയോ ബിസിനസ്സുകളുണ്ട് നമുക്കറിയാത്ത, എത്രയോ രാജ്യങ്ങളുണ്ട് നമ്മൾ കണ്ടിട്ടില്ലാത്ത. അപ്പം എനിക്ക് കിട്ടിയേക്കണ അറിവ് എന്താണോ അതനുസരിച്ചുള്ളൊരു ജീവിതം എനിക്ക്. നിങ്ങൾ നോക്കൂ, ഈ വയനാട്ടിലെ ഒരു ആദിവാസി കുടുംബത്തിൽ അവർക്ക് സൂം എന്ന് ചിലപ്പോൾ ഇപ്പൊക്കെ എനിക്കറിയില്ല, എനിക്ക് അവരെ പറ്റി അറിയില്ല കേട്ടോ. ഞാൻ അവർക്കിത് അറിയില്ല എന്ന് പറഞ്ഞ പോലെ എനിക്ക് വയനാട്ടിലെ ആളുകളെ പറ്റി അറിയില്ല, അത് വേറെ കാര്യം. അപ്പോൾ ചിലപ്പോൾ സൂമിലൂടെ ഇങ്ങനെ സംസാരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര അത്ഭുതമായിട്ടുള്ള ആളുകൾ ഉണ്ടാവും, അല്ലേ? ഉണ്ടാവും. പക്ഷെ നമുക്കത് നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. ഇത്രയും ആളുകൾ പല ലോകത്തിന്റെ പല സ്ഥലങ്ങളിൽ ഇരിക്കുന്ന ആളുകളെ പറ്റി. അപ്പോൾ എൻ്റെ അവബോധം അനുസരിച്ച് എനിക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. എൻ്റെ അവബോധം ചെറുതാണെങ്കിൽ അത് എൻ്റെ തെറ്റല്ല, ഞാൻ ജീവിച്ച സാഹചര്യങ്ങളിൽ നിന്ന് ആളുകളിൽ നിന്ന് കിട്ടിയൊരു അവബോധമാണ്. അപ്പോൾ ഞാൻ പണത്തെ പറ്റി പറയുമ്പോൾ എനിക്ക് ഉള്ളപ്പോൾ എനിക്കറിയാം, സന്തോഷിക്കാൻ അറിയാം. എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ എനിക്ക് ഹാപ്പി ആയിട്ടിരിക്കാനും എനിക്ക് ആൾക്കാരെ ഉപദേശിക്കാനൊക്കെ എനിക്ക് നന്നായിട്ട് പറ്റും. പക്ഷേ എൻ്റെ കയ്യിലില്ലാത്തപ്പോൾ ഞാൻ പറയുന്നത് എനിക്കൊരു സങ്കടമാണ് വരുന്നതെങ്കിൽ, ഈ യൂണിവേഴ്സ് എന്ന് പറയുന്ന ഒരു വൈബ്രേഷണൽ യൂണിവേഴ്സാണ്. നമ്മൾ സംസാരിക്കുന്ന വാക്കുകളെക്കാൾ ഉപരി നമ്മുടെ വൈബ്രേഷൻ എന്താണ്, ഞാൻ പുറത്ത് നിങ്ങളെല്ലാവരും ഉപദേശിച്ച ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ കിടന്ന് വിങ്ങി പൊട്ടുവാണെങ്കിൽ എൻ്റെ വൈബ്രേഷനാണ് യൂണിവേഴ്സിന് കിട്ടുക. അപ്പോൾ വെൻ യു ടോക്ക് അബൌട്ട്, സംസാരിക്കുമ്പോൾ എൻ്റെ എനർജി എന്താണെന്നുള്ളത് നമ്മൾ തീർച്ചയായും നോക്കിയിരിക്കണം. ബാഡ് അബൌട്ട് ഇറ്റ്, അതായത് പണം എന്ന് പറയുമ്പോൾ ഇത് ശരിക്കും നമുക്ക് ഉണ്ടാവുന്ന ഒരു എനർജി എന്താണെന്ന് പറയാം. പണം എന്ന് പറയുന്നത് വെൻ യു ടോക്ക് അബൌട്ട് ഇറ്റ്, ഐ ഫീൽ മണി ആസ് മൈ സർവൈവ്, മണി ഈസ് മൈ പ്രൊട്ടക്ടർ. പണം എന്ന് പറയുന്നത് പണത്തെപ്പറ്റി ഞാൻ സംസാരിക്കുന്നത് എൻ്റെ ദൈവത്തിൻ്റെ ഒരു ദൂതനായിട്ടാണ്, അല്ലെങ്കിൽ എൻ്റെ ദൈവത്തിൻ്റെ ഒരു ഫോർമേഷനായിട്ടാണ്. എന്നെ ഈ ഭൂമിയിൽ പിടിച്ചു നിർത്തുന്ന, എൻ്റെ കാര്യങ്ങൾക്കെല്ലാം സഹായിക്കുന്ന ഒരു ദൈവദൂതനായിട്ടാണ് ഞാൻ പണത്തെപ്പറ്റി സംസാരിക്കാറുള്ളത്. അതായത് ഇല്ലാത്തപ്പോഴും നമ്മൾ ആ ഒരു ബോധം, എൻ്റെ കയ്യിൽ നാളെ എനിക്ക് 50,000 രൂപയുടെ ആവശ്യമുണ്ട്, ഇന്ന് വൈകുന്നേരം 10 മണി വരെ എൻ്റെ അക്കൗണ്ടിൽ പൈസ വന്നില്ല, അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം വരെ എൻ്റെ പൈസ വന്നിട്ടില്ല എന്ന് നോക്കുക. അപ്പോഴും ഞാൻ പണത്തെപ്പറ്റി എനിക്ക് നെഗറ്റീവ് പറയാൻ തോന്നരുത്. മനസ്സിലായില്ലേ? അതായത് പൈസ ഇല്ലാത്തതുകൊണ്ടാണ് അത് നടക്കാത്തത്, പൈസ വന്നില്ലല്ലോ, കിട്ടുന്നില്ലല്ലോ. പക്ഷേ ഇപ്പോഴും എനിക്ക് പൈസ എൻ്റെ കയ്യിലില്ലെങ്കിലും എനിക്ക് നെഗറ്റീവ് ഉണ്ടാക്കാൻ വേണ്ട മാർഗങ്ങൾ നമ്മൾ തേടണം, അത് വേറെ കാര്യം. പോസിറ്റീവ് പറഞ്ഞിട്ട് നോക്കിയിരിക്കാനല്ല പറയണത്. ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ ആരോടാണോ ചോദിക്കേണ്ടത്, എന്താണോ ചെയ്യേണ്ടത്, കൊണ്ട് പണയം വെച്ചിട്ടാണോ അല്ലെങ്കിൽ വാങ്ങിച്ചിട്ടാണോ, അതൊക്കെ ഞാൻ ചെയ്യണം. പക്ഷെ അപ്പോഴും പൈസേനെ ഞാൻ കുറ്റം പറയാതെ, വെൻ യു ടോക്ക് അബൌട്ട്, പൈസയെ പറ്റി സംസാരിക്കുമ്പോൾ അത് ഈ ഒരു സാഹചര്യം എൻ്റെ ഏതോ ഒരു കർമ്മഫലമായിട്ട് എനിക്ക് വന്നതാണ്. അത് സ്ഥിരമല്ല, അത് സ്ഥായിയല്ല എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്ക് വേണം. ഇറ്റ്സ് മൈൻ, അതെൻ്റെ പ്രൊട്ടക്ടറാണ്. നമ്മുടെ മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവരെ, സങ്കടം വന്നാലും അവർ നമ്മുടെ മക്കൾ തന്നെയല്ലേ എന്നും. നമ്മൾ അവരെ പറ്റി പബ്ലിക്കായിട്ട് കുറ്റം പറയുക, അല്ലെങ്കിൽ ഇവനെ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ നമ്മൾ പറയുന്നവരുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യപ്പെടണം. പക്ഷെ നമുക്ക് പറയാൻ പാടില്ല എന്ന് നമുക്കറിയാലേ. അതേപോലെ തന്നെയാണ് ഏതവസ്ഥയിലും ഞാൻ പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായിട്ട് നിൽക്കുന്ന സമയത്തും ഈ ബോധം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. പണത്തെപ്പറ്റി എൻ്റെ ദൈവത്തിന് ഞാൻ എങ്ങനെയാണ് കൈകൂപ്പണേ, അതേപോലെ പണത്തോട് എനിക്ക് ആ ഒരു ആറ്റിറ്റ്യൂഡിൽ പണത്തെപ്പറ്റി സംസാരിക്കാൻ എനിക്ക് പറ്റണം. then you are in the right track. അല്ലാതെ നിങ്ങൾ കാണുന്നവരോട് അല്ലെങ്കിൽ വീട്ടിലുള്ളവരോട് ദേഷ്യപ്പെട്ട് ഈ പൈസയുടെ കാര്യം പറയുമ്പോൾ ഈ പൈസ ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ പൈസ കാരണമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ ആ ഒരു ചൊരുക്ക് നിങ്ങൾക്ക് എല്ലാവരോടും കലിയും കോപവും ദേഷ്യവും സങ്കടവും നിരാശയൊക്കെ ആയിട്ട് അങ്ങനൊരു അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ അത് മനസ്സിലായില്ലേ? പണത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം എന്ന് മനസ്സിലായില്ലേ? അതായത് എത്ര ഇല്ലാത്ത അവസ്ഥയിലാണെങ്കിലും ഒരു ബിസിനസ്സും, റിനീഷ് സാറിൻ്റെ ഒരു വർക്കും നടന്നിട്ടില്ല, ഒരാളും വന്നിട്ട് ജോയിൻ ചെയ്തിട്ടില്ല, ഒരാളും വന്നിട്ട് പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടില്ല, അല്ലെങ്കിൽ എന്താണോ അതിൽ വന്നിട്ടില്ല എങ്കിൽ പോലും പൈസ എൻ്റെയാണ്. എനിക്ക് ആ ഒരു ആവശ്യം വരുമ്പോൾ എൻ്റെ അടുത്തേക്ക് വരും, ഉറപ്പാണ് എന്ന് പറയാനുള്ള കോൺഫിഡൻസ് ഉണ്ടോ? അതാണ് നോക്കണേ. അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരണത്. ഞാൻ ഈ പ്രസംഗിക്കണ പോലെയൊന്നും അല്ല അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരണം. ഏതവസ്ഥയിലും അതെൻ്റെയാണ്, എനിക്ക് വരും. ആ ഒരു ഉറപ്പ് നമുക്ക് ഉണ്ടെങ്കിൽ ഉണ്ടല്ല, നമ്മുടെ ആവശ്യങ്ങൾ നടത്തി തരും. ദൈവമാണ് പണം.
അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ല. നിങ്ങളെ ഈ ഭൂമിയിൽ എത്തിച്ച ദൈവത്തിന് അറിയാം നിങ്ങൾക്ക് എന്തൊക്കെ വേണമെന്നുള്ളത്, നിങ്ങൾ ഏതൊക്കെ സാഹചര്യത്തിലൂടെയാണ് പോകുന്നത് നിങ്ങളെക്കാൾ നന്നായിട്ട് അറിയാം. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിലേക്ക് അത് എത്തിക്കും. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലൊക്കെ ആരെങ്കിലുമൊക്കെ കൊണ്ടുതരും. അല്ലെങ്കിൽ നിങ്ങൾ എവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടും, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി കൊണ്ടുവന്ന് മാല എന്നിട്ട് പറയും ഇത് മോൻ പണയം വെച്ചിട്ട് നീ ആ കാര്യം നടന്നു പറയും. അപ്പോൾ അല്ലാണ്ട് എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നല്ല പറയണേ, എന്തെങ്കിലുമായിട്ട് നടക്കും. അതെന്താണെന്നറിയോ, നിങ്ങൾക്ക് പൈസയിലുള്ള ട്രസ്റ്റാണ് നടത്തുന്നത്. അപ്പോൾ മനസ്സിലായില്ലേ, ക്ലിയർ അല്ലേ ഈ പറഞ്ഞ പോയിന്റ്? 5 പോയിന്റ് പറയുള്ളൂ. അപ്പോൾ 5 പോയിന്റ് ക്ലിയർ ആകും. അപ്പോൾ ഈ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് കേട്ടോ. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അത് എളുപ്പമാണെന്നൊന്നും പറയാൻ പറ്റില്ല. അത് നമ്മൾ ഓരോരുത്തരും നമ്മൾ ജീവിച്ച സാഹചര്യങ്ങൾ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അല്ലേ സിയ സാറേ? ജീവിച്ച സാഹചര്യങ്ങൾ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ യെസ് ഇതാണ് മാഡം. ഫസ്റ്റത്തെ. ക്ലിയർ ആണോ ഈ പറഞ്ഞ പോയിന്റ്? ക്ലിയർ ആണോ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്ലാസ്സാണ്. നിങ്ങൾ അതനുസരിച്ച് നിങ്ങളെ ഇൻട്രോസ്പെക്ഷന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ അവിടെ എന്താണോ എഴുതിയതെന്ന് എനിക്കറിയില്ല. എഴുതിയ സ്ഥലത്ത് ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ആക്കണം, ഇങ്ങനെ ആവണം. അതിന് കാശ് കയ്യിൽ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഇപ്പം കയ്യിൽ കാശ് വേണമെന്നൊന്നുമില്ല. ഇനി പൊട്ടിപ്പൊളിഞ്ഞ് നിൽക്കുമ്പോഴും ആൾക്കാർ കടം കൊടുത്തവരൊക്കെ തിരിച്ചു ചോദിക്കുമ്പോഴും ഈ ഒരു ആറ്റിറ്റ്യൂഡ് പണത്തെപ്പറ്റി നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. രണ്ടാമത്തത്, അപ്പോൾ പൈസയെപ്പറ്റി സംസാരിക്കുമ്പോൾ കുറ്റം പറയാൻ പാടില്ല പൈസയിൽ ഒരു സാഹചര്യത്തിലും. എൻ്റെ അടുത്ത് പൈസ ഇല്ലല്ലോ, നമുക്ക് ചിലപ്പോൾ സങ്കടം വരും. പൈസ ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ അറിയില്ല, എന്ത് ചെയ്യണം എന്ന് അറിയില്ല, നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. നമുക്ക് വലിയ പൈസയുടെ ആവശ്യമുണ്ട്. പക്ഷെ അപ്പോഴും നമുക്ക് പൈസനെ കുറ്റം പറയാൻ പറ്റില്ല. ഈ അത്രയും നിങ്ങൾ അടുപ്പം പൈസയോട് ഉണ്ടാക്കിയെടുക്കണം, അത് വളർത്തിയെടുക്കണം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്യണം. ഓക്കെ, ഇത് തന്നെയാണ് വെൻ യു തിങ്ക് അബൌട്ട് ഇറ്റ്. ചിന്തിക്കുമ്പോൾ പൈസ എന്ന് പറയുന്നത് അത് വെറും കറൻസി നോട്ടല്ല, 1000-ൻ്റെയോ 10,000-ൻ്റെയോ ഒരു വാല്യൂ അല്ല. അത് ഡോളറോ അല്ലെങ്കിൽ ദിർഹംസോ അങ്ങനെ ഒരു കറൻസി നോട്ട് മാത്രമല്ല. അതെന്ന് പറയുന്നത് അത് എൻ്റെ ദൈവത്തിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. അതുകൊണ്ടല്ലേ ഗുജറാത്തികളെ നിങ്ങളൊരു കടയിൽ ഈ ബ്രാഹ്മിൻസിൻ്റെ അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ കടകളിലൊക്കെ നോക്കൂ, നമ്മൾ പൈസ എടുത്തിട്ട് ബാക്കി ബാലൻസ് ഒക്കെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ വെക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഇവർ നോക്കൂ, ഇവരെ ഒരു തളിക വെച്ചിട്ടുണ്ടാവും, ആ തളികയിലായിരിക്കും അവർ ബാലൻസ് വെക്കുക, എടുക്കുക, കയ്യിലും കൂടെ ആയിരിക്കില്ല കൊടുക്കണം. അതായത് വളരെ റെസ്പെക്റ്റോടുകൂടി. പൈസ എന്ന് പറയുന്നത് ദൈവമല്ലേ, അതുകൊണ്ടല്ലേ ലക്ഷ്മി ദേവി എന്ന് പറയണേ. ലക്ഷ്മി ദേവി എന്ന് തന്നെ അല്ലല്ലേ പൈസയുടെ, അതല്ലേ ലക്ഷ്മി ദേവി ആയിട്ടല്ലേ വിശ്വസിക്കുന്നത് പൈസയുടെ ദേവതയായിട്ട് തന്നെ എന്ത് പേര് പറഞ്ഞാലും. അപ്പോൾ അത് ദൈവത്തിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. എന്നെ സൃഷ്ടിച്ച എൻ്റെ കണ്ടനാടിയോളം അടുത്ത ദൈവം എൻ്റെ ആവശ്യങ്ങളൊക്കെ നടത്തി തരുമെന്നുള്ള ബോധം, ഏതവസ്ഥയിലും കുറ്റം പറയാതെ സങ്കടപ്പെടാതെ ഇരിക്കാനുള്ളൊരു കഴിവ്, ആ ഒരു ബന്ധം നമ്മൾ പണവുമായിട്ട് ഉണ്ടാക്കിയിരിക്കണം. അത് ആ കറൻസി നോട്ടല്ല കേട്ടോ. ട്രസ്റ്റ് മീ ഓൺ ദിസ്. ഇന്നിപ്പോൾ ഈ ഐഡിയ ഒരുപാട് പേരുടെ ഇടയിലേക്ക് വന്നിട്ടുണ്ട്. എങ്കിലും നമുക്കില്ലാത്ത അവസ്ഥയിൽ ഈ പറയുന്ന ഫിലോസഫി ഒന്നും വർക്കൗട്ട് ആവണമെന്ന് ഇല്ല. പക്ഷെ അപ്പോഴും ഇല്ലാത്ത അവസ്ഥയിലും മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ പഠിക്കണം. നമ്മൾ അതാണ് ഇതിൻ്റെ ഇൻറ്റൻഷൻ, ഈ ക്ലാസ്സിൻ്റെ ഇൻറ്റൻഷൻ. ഓക്കെ, നെക്സ്റ്റ്, when you receive it, പൈസ കിട്ടുമ്പോൾ എന്താണ് ആറ്റിറ്റ്യൂഡ്? ആർക്കാണ് ഉത്തരം പറയുക? ഒരു ഉത്തരം പറഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് ഒരു ചാർജ് ആവും പറയാനായിട്ട്. പൈസ സന്തോഷത്തോടുകൂടി സ്വീകരിക്കണം എന്നാണ്. എന്താണ് സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്നതാണ് പൈസനെ. പൈസനെ സന്തോഷത്തോടെ സ്വീകരിക്കും. ഓക്കെ, ഗ്രേറ്റ്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ആൻസർ പറയാനുണ്ടോ? സന്തോഷമാണ്, പൈസ കിട്ടുമ്പോൾ എപ്പോഴും നമുക്ക് സന്തോഷമാണ്, ശരിയാണ്. ഒരാള് പൈസ പറഞ്ഞോ. മനസ്സമാധാനം. ഓക്കെ. പൈസ എന്ന് പറയുന്നത് മനസ്സമാധാനമാണ്, സന്തോഷമാണ്. പിന്നെ ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? സുഖലോലുപത, പൈസ വരുമ്പോ ഹാപ്പിനെസ്, ലക്ഷറി, പ്ലഷർ. പറഞ്ഞോളൂ. കയ്യില് പൈസ വരുമ്പോ നമ്മൾക്ക് അത് ഉമ്മയ്ക്ക് കൊടുക്കണം, ബാപ്പയ്ക്ക് കൊടുക്കണം, അങ്ങനെ വരും. പൈസ വരുമ്പോ അതായത് നമ്മുടെ ചാരിറ്റി, നമ്മുടെ ഉള്ള നന്മ, അല്ലെ? നമ്മുടെ ഉള്ള നന്മ പുറത്തു വരും പൈസ വരുമ്പോ. അത് ശരിയാണ്. പൈസ ഉണ്ടെങ്കിൽ എത്ര ദുഷ്ടരായ ആളും ഭയങ്കര നല്ല മനുഷ്യനായിരിക്കും. കാശില്ലാണ്ടാവുമ്പോ ഇവരെ കണ്ടാൽ നമുക്ക് തിരിച്ചറിയില്ല. അങ്ങനത്തെ ഒരുപാട് പേരുണ്ട്. കാശുണ്ടെങ്കിൽ മക്കളോടൊക്കെ ഭയങ്കര സ്നേഹമായിട്ട് വൈകുന്നേരം വരുമ്പോൾ അവരെക്കാൾ നല്ല അച്ഛന്മാർ വേറെ ഉണ്ടാവില്ല.
കാശില്ലെങ്കിൽ കുടിച്ചിട്ട് വന്നിട്ട് മക്കളെ ഇട്ട് തലമുല കാണിക്കണ, കുടിച്ചില്ലെങ്കിലും ബോധത്തോടെ ആണെങ്കിൽ പോലും കലിയെല്ലാം തീർക്കണ അച്ഛന്മാരുണ്ട് അല്ലേ? അച്ഛന്മാരും അമ്മമാരും ഉണ്ട്. ഇപ്പൊ അമ്മമാർക്കും സെയിം സ്ട്രെസ്സാണ് പൈസയുടെ കാര്യത്തിൽ. അതുകൊണ്ട് അപ്പോൾ പൈസ കിട്ടുമ്പോൾ നമ്മൾ ഹാപ്പിയാണ് അല്ലേ? വെൻ യു റിസീവ് ഇറ്റ്. വേറെ ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും ആൻസർ പറയാനുണ്ടോ? സമയം നോക്കട്ടെ കേട്ടോ. ഞാനിങ്ങനെ പറഞ്ഞു. കോൺഫിഡൻസ് കോൺഫിഡൻസ് പൈസ എന്ന് പറയുന്നത് നമ്മുടെ കോൺഫിഡൻസ് ആണ്. ശരിയാണ്. നമുക്ക് ഇതിനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ആലോചന. എന്താണ് നമ്മുടെ ഫ്യൂച്ചർ, നമ്മുടെ ഇതിനെ എങ്ങനെ അല്ലേ പൈസ ഉപയോഗിക്കാം. ഇരട്ടിയാക്കാം, അല്ലെങ്കിൽ പൈസ നമ്മൾക്ക് വേണ്ടിയിട്ട് എങ്ങനെ പണിയെടുപ്പിക്കാം. പൈസേനെ കൊണ്ട് പണിയെടുപ്പിക്കണം നമ്മൾ. പിന്നെ വെരി ഗുഡ്, വെരി നമുക്ക് ഗുഡ്. ഇഷ്ടമുള്ളതെല്ലാം മേടിക്കാല്ലേ? ഇഷ്ടമുള്ളതെല്ലാം വാങ്ങിക്കാം. ലൈഫ് ഇസ് ഇൻ യുവർ ഫിംഗർ ടിപ്സ് അല്ലേ? ഗൂഗിൾ പേ അങ്ങോട്ട് കൊടുക്കുക, എടുക്കുക, ഞെക്കുക, പ്രസ് ചെയ്യുക, ഇത്രയല്ലേ ഉള്ളൂ. ലൈഫ് അറ്റ് യുവർ ഫിംഗർ ടിപ്സ്. അപ്പൊ പൈസ വെൻ യു റിസീവ്ഡ് ഹാപ്പിനെസ് ആണ് അല്ലേ? വെൻ യു റിസീവ്ഡ് പൈസ, വെൻ യു റിസീവ്. എത്ര പേർക്ക് തോന്നാറുണ്ട് ഇതെനിക്ക് അർഹതയുണ്ടെന്നുള്ളത്? പൈസ എനിക്ക് അർഹതയുണ്ട്, ഇതെനിക്ക് എൻ്റെ അർഹതപ്പെട്ടതാണെന്ന് എത്ര പേർക്ക് തോന്നാറുണ്ട്? പൈസ ഇതെനിക്ക് പണിയെടുത്തു കിട്ടി എന്നുള്ളതല്ല, ഇത് പണിയെടുത്താലും ഇല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവമുണ്ട്. ഈ പൈസ ഉണ്ടാക്കാൻ പണിയെടുക്കണം എന്നില്ല സത്യത്തിൽ. അങ്ങനെ ഒരു സംഭവം ഇച്ചിരി മനക്കരുത്തുള്ളവരോട് പറഞ്ഞിട്ട് പറ്റുള്ളൂ. പൈസ അതായത് നമ്മുടെ ബോധമാണ് പൈസ എന്ന് പറയുന്നത്. ഞാൻ സ്ഥിരമായിട്ട് പറയുകയാണ്, എനിക്ക് പൈസ കിട്ടാൻ പണിയൊന്നും എടുക്കണ്ട, എനിക്ക് വെറുതെ ഇരുന്നാലും കാശ് കിട്ടും എന്നാണ് എൻ്റെ അഫർമേഷൻ എങ്കിൽ, നമ്മൾ പറയുന്നത് അഫർമേഷൻ ആണല്ലോ. ഞാൻ സ്ഥിരമായിട്ട് പറയും, ഞാൻ വെറുതെ ഇരുന്നാലും എനിക്ക് പൈസ കിട്ടും, എൻ്റെ പൈസ കാര്യങ്ങളൊക്കെ നടക്കും, അല്ലെങ്കിൽ എനിക്ക് പൈസ കിട്ടും, ആക്ഷൻ എടുക്കണം കേട്ടോ. ഈ വെറുതെ നമ്മുടെ ഇന്റൻഷൻ അതാണ്. അപ്പോൾ വെറുതെ ഇരിക്കാൻ പറ്റിയ ജോലികൾ നമ്മളിലേക്ക് വരും. മനസ്സിലായി? നമ്മൾ വെറുതെ ഇങ്ങനെ കൈയും കെട്ടിയിരിക്കുമ്പോൾ പൈസ വരും എന്നുള്ളതല്ല, വെറുതെ ഇരിക്കാൻ പറ്റിയ ജോലികൾ നമ്മളിലേക്ക് വരും. എത്ര പേരുണ്ടെന്നറിയാവോ ഐഡിയാസ് വിറ്റിട്ട്, ഓരോരുത്തർക്ക് ഐഡിയാസ് പറഞ്ഞിട്ട്, ഈ വലിയ ടീം ലീഡേഴ്സ് അവർക്ക് ടീമിനെ കൊണ്ട് കാര്യങ്ങൾ നടത്തുന്ന എത്രയോ പേരുണ്ട്. അവര് ജോലി എടുക്കുന്നില്ല. നോക്കൂ, ഒരു റോഡി പണി നടക്കുന്നിടത്ത് നോക്കൂ, ഒരാളെ കൈയും കെട്ടിപ്പുണ്ടാവില്ല, രണ്ടുപേരും വർത്താനം പറഞ്ഞിട്ട്. കുറെ ആൾക്കാർ പണിയെടുക്കണ്ടാവും, രണ്ടുപേരും കൈയും കെട്ടിപ്പുണ്ടാവും. അവര് വെറുതെ കാണും അവിടെ, അവരെന്ത് ചെയ്യുന്ന കാലത്തിന്. അപ്പൊ അവരുടെ ആർക്കാണ് കൂടുതൽ കാശ് കിട്ടുന്നത്? പറഞ്ഞിട്ടല്ല ഞാൻ പറയണത്, നമ്മുടെ സ്കിൽ അനുസരിച്ചാണ്. അപ്പോൾ വെൻ യു റിസീവ്ഡ്, ഞാനത് റിസീവ് ആണ്. അപ്പോൾ പൈസ നമ്മൾ പറഞ്ഞല്ലേ, നമ്മുടെ സന്തോഷമാണ്, നമ്മൾ കരുണയാണ്, നമ്മൾ സ്നേഹമാണ്, ചാരിറ്റി, ഇതെല്ലാമാണ് നമ്മുടെ ദൈവം അല്ലേ? ശരിയല്ലേ? ദൈവം എന്നാൽ സ്നേഹമാണ്, ദൈവം എന്നാൽ സത്യമാണ്, ദൈവം എന്നാൽ കരുണയാണ്. ഈ പൈസ കിട്ടുമ്പോൾ നമുക്ക് ഇതൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ പറയുന്നത് ദൈവമാണ്. പൈസയ്ക്ക് വേണ്ടിയിട്ടെന്ന് പൈസ ഉണ്ടെങ്കിൽ ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല ക്വാളിറ്റീസ് അവൻ പുറത്തിടും. അപ്പോൾ റിസീവ് ചെയ്യുമ്പോൾ നമ്മൾ ഹാപ്പിനെസ് ആണ്. റിസീവ് ചെയ്യുമ്പോൾ പണ്ട് ഞാൻ ഒരിക്കൽ ഏതൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ഞാനേ ആദ്യം റുവൈസിലൊരു സ്കൂളിലാണ് ജോലി ചെയ്യുന്നത്. അവിടെ എനിക്ക് അത്യാവശ്യം സാലറി ഉണ്ടായിരുന്നു. ഞാനപ്പോൾ ഈ TTP പഠിച്ച പിന്നെ ഒരു സ്ഥലത്തും മര്യാദക്ക് ജോലിക്ക് നിന്നിട്ടില്ല. പിന്നെ കേറും റിസൈൻ ചെയ്തു. ദുബായി പോയിട്ടുള്ള കാര്യമാണ്, അവരുടെ സ്കൂളിലെ വിസയിൽ നിന്നിട്ടുള്ള കാര്യം. ഹസ്ബൻഡ് വിസയിലും കൂടെ അല്ല ഞാൻ നിൽക്കണേ, സ്കൂളിലെ വിസയിലാണ്. ഞാൻ റിസൈൻ ചെയ്തു, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ TTP പഠിച്ച പിന്നെ ഞാൻ റുവൈസിലെ സ്കൂളിലെ ജോലി രാജിവെച്ചിട്ട് ഞാൻ അബുദാബി മുസഫയിൽ, നമ്മുടെ മോഡൽ പേര് പറയണല്ലോ, സ്കൂളിൻ്റെ പേര് പറയണല്ലോ, അബുദാബി മുസഫയിൽ ഒരു സ്കൂളിൽ കയറി. മുസഫയിൽ കയറിയിട്ട് ആ സ്കൂളിൽ ഫസ്റ്റ് മന്ത് സാലറി കിട്ടിയപ്പോൾ ഉണ്ടല്ലോ, അവിടെ ഈ ദിറംസ് 1000 ദിറംസ് കുറച്ച് അധികം ഉണ്ടാവുമായിരുന്നു. കയ്യിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരു ഭയങ്കര ഒരു സന്തോഷം, കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇവിടെ സാലറി വളരെ കുറവായിരുന്നു. എനിക്ക് ജോലി വിട്ടെങ്കിലും എനിക്ക് എൻ്റെ സാഹചര്യങ്ങൾ ധൈര്യം ഉണ്ടായിരുന്നില്ല. കുറേ കാര്യങ്ങൾ തീർക്കാനുള്ളത് കൊണ്ട് തന്നെ ജോലി പിന്നെയും കയറേണ്ടി വന്നു. അപ്പോൾ ആ സ്കൂളിൽ കയറിയിട്ട് കിട്ടിയപ്പോൾ ഉണ്ടല്ലോ, 500 ദിറത്തിന്റെ 3-4 നോട്ടുള്ളൂ. 500 4 5 500 1000ന്റെ 2 1000ന്റെ ഒരു 2, അതായത് 2500 ദിറംസ് ആണ് അവിടെ. 3000 ദിറംസ് ഉണ്ടായിരുന്നില്ല എന്നുകൊണ്ടാണ്, 500 ഓർക്കണില്ല. അപ്പൊ ഇതിങ്ങനെ കൈ പിടിച്ചപ്പോഴല്ലോ എനിക്ക് സങ്കടം വന്നു. പഠിച്ചോനെ, ഇതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ്? ഇത്രയും കാശ് എനിക്ക് ഗൾഫിൽ ചെന്നിട്ട് കിട്ടിയിട്ടില്ല, കുറവ് കിട്ടിയിട്ടില്ല. അപ്പൊ ഇങ്ങോട്ട് സങ്കടമാണ് വന്നത്. നിങ്ങൾ ഈ പറഞ്ഞ സന്തോഷം എനിക്ക് അവിടെ ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ഈ പറഞ്ഞ ചാരിറ്റി, നിങ്ങൾ ഈ പറഞ്ഞ കരുണ, നിങ്ങൾ ഈ പറഞ്ഞ സ്നേഹം, ഇതൊന്നും എനിക്ക് പൈസ തന്നെയല്ലേ കിട്ടിയത്, എനിക്ക് ഉണ്ടായിരുന്നില്ല. കാരണം എന്തായാലും ഞാൻ അതിൻ്റെ സ്കേഴ്സിറ്റിയാണ് കണ്ടത്. കാരണം ഞാൻ അതിലും നല്ലൊരു ജോലിയിൽ നിന്ന് ഇവിടെ വന്നത് കൊണ്ട് തന്നെ സ്കേഴ്സിറ്റിയാണ് കണ്ടത്. ഇത് ജോലി മാറണമെന്നില്ല. നമ്മൾ ഒരു ജോലിയിലൊക്കെ കയറി കഴിഞ്ഞ് സാലറി കിട്ടുന്നവരെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ എന്തും ആയിക്കോട്ടെ, ബിസിനസ് ആയാലും അങ്ങനെ തന്നെയൊക്കെ തന്നെയാണ്. ഒരു മാസം അവസാനം ആകുമ്പോൾ അവർക്ക് എംപ്ലോയീസിനൊക്കെ സാലറി ഒക്കെ കൊടുത്തൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ലാസ്റ്റ് ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. അവർ
റോളിങ്ങിലായിരിക്കും പോണേ. ഈ പൈസ കയ്യിൽ വരുമ്പോൾ നമുക്കൊരു ആദ്യത്തെ ഒരു 2 മാസമൊക്കെ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. എത്ര നല്ല ജോലി, നിങ്ങൾക്ക് ഇനി 50 ലക്ഷത്തിന്റെ ജോലി കിട്ടിയാൽ 2 മാസം നല്ല ഹാപ്പി ആയിരിക്കും. 3-ാമത്തെ മാസം തുടങ്ങി 50 ലക്ഷം നിങ്ങൾക്ക് പോരാൻ തോന്നി തുടങ്ങും. സത്യമാണ് ഈ പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ വലുതായി. അപ്പൊ ഇത് കിട്ടുമ്പോൾ നമുക്ക് എനർജി ഉണ്ട്. ആ എനർജി എന്താണെന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ ഇനി നിങ്ങളുടെ സാഹചര്യം വെച്ച് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യൂ. ഞാൻ പറഞ്ഞു, ഉദാഹരണം പറഞ്ഞു തന്നു. പലർക്കും പൈസ കിട്ടുമ്പോൾ 50,000 ഇതിലിരിക്കുന്നവരിൽ 5 ലക്ഷം സാലറി വാങ്ങിക്കുന്നവരുണ്ടാവും, 5,000 വാങ്ങിക്കുന്നവരുണ്ടാവും. എനിക്കറിയില്ല നിങ്ങളെയൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന എനർജി എന്താ, നിങ്ങളുടെ എനർജി എന്താ? 1000 രൂപയുടെ, ഞാൻ 1,800 രൂപയാണ് എനിക്ക് ഫസ്റ്റ് സാലറി. 1000 രൂപയ്ക്ക് ഒരു ദിവസം 500 രൂപ കിട്ടിയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ദിവസക്കൂലി കൊടുത്തിട്ട് ദിവസത്തെ കാര്യം നടത്തിയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് മക്കൾക്ക് വരുമ്പോൾ പരിപ്പ് വട സവാള വടയൊക്കെ വാങ്ങിച്ചിട്ട് വരുന്ന അച്ഛനും ഉണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ട്. ഒരു ദിവസം 10,000 അല്ലെങ്കിൽ 50,000 കിട്ടിയിട്ടും എത്രയാണോ കിട്ടിയിട്ടും ജോലിക്കൊക്കെ പോകുമ്പോൾ ഒരു നിങ്ങളുടെ സ്കിൽ അനുസരിച്ച് പൈസ മാറും കേട്ടോ. നിങ്ങളുടെ ശരീരത്തിന്റെ ഏത് അവയവം വെച്ചാണോ പണിയെടുക്കുക അതനുസരിച്ച് നിങ്ങളുടെ കയ്യിലെ പൈസ മാറും. അതാണ് ഞാൻ പറഞ്ഞ, റോഡ് പണിയുമ്പോൾ കുറച്ച് ആളിങ്ങനെ കൈയ്യെട്ടി നിൽക്കണം എന്ന് വെച്ചാൽ അവരവരുടെ തല വെച്ചാണ് പണിയെടുക്കണം, ബാക്കിയുള്ളവർ അവരുടെ ശരീരം വെച്ചാണ്. നിങ്ങളുടെ ശരീരം വെച്ചാണോ പൈസ പണിയെടുക്കുന്നത്? നിങ്ങളുടെ ഏത് അവയവം വെച്ചാണ്? കൈ വെച്ചാണോ തല വെച്ചാണ്? ഏറ്റവും കൂടുതൽ സാലറി പേയ്മെന്റ് കിട്ടുന്നത് തല വെച്ച് പണിയെടുക്കുന്നവരായിരിക്കും. അപ്പോൾ നിങ്ങളുടെ പൈസ വർദ്ധിപ്പിക്കണമെങ്കിൽ നിങ്ങളുടെ അവയവം ഒന്ന് മാറ്റി പിടിച്ചാൽ മതി. അതായത് ആർട്ടിസ്റ്റ് അങ്ങനെയൊക്കെ ഉള്ള ഉണ്ടല്ലോ, ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്കാണ് കൂടുതൽ പൈസ കിട്ടുക. അല്ലെങ്കിൽ കായിക അധ്വാനം ചെയ്യുന്നവർക്ക് പൈസ കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, സ്കില്ല് വർദ്ധിപ്പിക്കണം. നിങ്ങൾക്ക് കിട്ടുന്ന ഇൻകം കൂട്ടണമെങ്കിൽ നിങ്ങളുടെ സ്കില്ല്, നിങ്ങളിപ്പോൾ ചെയ്യുന്ന ജോലി എന്തും ആയിക്കോട്ടെ, ആ ജോലി ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റണം. നിങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർ ആ പണിയെടുക്കുന്ന അവസ്ഥയിലേക്ക് വരണം. അപ്പോഴാണ് നിങ്ങൾക്ക് പൈസ കിട്ടുക. അപ്പോൾ റിസീവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മനസ്സിലായോ? എന്താണ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്ന് നോക്കുക. അത് എത്ര സ്മിത മാം, ഒരു സംശയം. ഇപ്പൊ റിസീവ് ചെയ്യുമ്പോ ഉള്ള ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ആ പൈസ നമ്മൾ കയ്യിൽ തന്നെ റിസീവ് ചെയ്യണ്ടേ? ബാങ്ക് അങ്ങനെയൊന്നുമില്ല. പൈസ ഇപ്പൊ ആർക്കും സാലറി അക്കൗണ്ടിൽ വന്നാലേ ഫീലിംഗ് ഉണ്ടാവോ? കാശ് കൈകൊണ്ട് തൊടുമ്പോഴുള്ള ഫീലിംഗ് പോലെ ഉണ്ടാവോ? അത് വ്യത്യാസമുണ്ട് രണ്ടും. പൈസ എപ്പോഴും നമ്മൾ കാണണം, അത് വേറൊരു വശമാണ്. കാരണം നമ്മളിപ്പോൾ പൈസ കയ്യിൽ കാണുന്നില്ല. നമ്മൾ ഫോൺ പേയും ഗൂഗിൾ പേയും ഒക്കെ ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ ആരും കാശ് കൈ കാണില്ല. നമ്മൾ ഈ എനർജി അറിയണം. നമ്മൾ അതിനെ തൊട്ട് തലോടി എല്ലാ ദിവസവും നിങ്ങളൊരു കറൻസി നോട്ട് എടുത്തൊന്ന് കിസ് ചെയ്ത് നോക്കൂ. മാഡത്തിന് സ്മിത മാമിന് ഇപ്പൊ അന്ന് തോന്നിയ ഫീലിംഗ് കയ്യില് കാശ് കിട്ടോണ്ടോ? എനിക്ക് തോന്നുന്നില്ല അക്കൗണ്ടിലേക്ക് വന്ന അത്രയും ഫീലിംഗ് പുറത്ത് വരും തോന്നുന്നില്ല. ഇല്ല, അത് കയ്യിൽ കാശ് വേണ്ടി വരണമെന്നല്ല, അത് അക്കൗണ്ടിൽ വന്നാലും അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം എനിക്ക് അതിൽ കൂടുതൽ സാലറി ഉണ്ടായിരുന്നു, അതിൽ കുറഞ്ഞതുകൊണ്ടാണ് എനിക്ക് പറ്റിപ്പോയി അങ്ങനെ ഫീലിംഗ് വന്നത്. കാരണം ഓ ശരി. അത് ഞാൻ പറയാം, അതാണ് ഒരു സിറ്റുവേഷൻ വ്യത്യാസം. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിലാണ് ഇപ്പൊ സ്ഥിരമായിട്ട് കയ്യിൽ നല്ലൊരു എമൗണ്ട് കിട്ടിയ 1 ലക്ഷം കിട്ടിയിരുന്ന ഒരാൾക്ക് ഈ മാസം 25,000 കിട്ടിയിട്ടുണ്ടെങ്കിൽ കൈ കിട്ടിയിട്ടും കാര്യമൊന്നുമില്ല. നമ്മളതിന്റെ 25,000 നമ്മൾ നോക്കൂല, നമ്മുടെ മനസ്സ് മുഴുവൻ ആ 1 ലക്ഷം ആയിരിക്കും. അപ്പൊ നിങ്ങൾ റിസീവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എന്താണ് മനസ്സിലായല്ലോ? ഇത് ക്ലിയർ അല്ലാത്ത റിസീവ് ചെയ്യുമ്പോൾ ഞാൻ അതിന് അർഹനാണെന്നുള്ള ഒരു ഇതല്ല. അർഹനാണെന്നുള്ളൊരു തോറ്റും, പിന്നെ സന്തോഷം, മനസ്സറിഞ്ഞ് നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് അവസ്ഥ. ഇപ്പൊ ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അറിയാം, അവർക്ക് ആ പൈസ കിട്ടി കഴിയുമ്പോൾ അവർ അവിടെ കൊടുത്ത് ഇവിടെ കൊടുത്തൊക്കെ വന്നു കഴിയുമ്പോൾ അവരിൽ ഒന്നുമില്ല. അവർ കിട്ടുമ്പോൾ തന്നെ ആദ്യം അലകണോ ഇത് വെച്ചിട്ട്. കാരണം തലേദിവസം തന്നെ കണക്ക് കൂട്ടിയിട്ടുണ്ടാവും, വൈഫ് വിളിച്ചപ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അവരോട്. അപ്പോൾ അതൊക്കെ ഉണ്ടാവും തലയിൽ. പിന്നെ അവരുടെ ആവശ്യങ്ങളുണ്ടാവും, ചിലപ്പോൾ കൂട്ടത്തിൽ ആരെങ്കിലും കല്യാണം ഉണ്ടാവും, അവർക്ക് പിരിവ് കൊടുക്കണമായിരിക്കും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പൊ ഇവർക്ക് കിട്ടുമ്പോൾ തന്നെ അവർക്ക് തന്നെ ഒരു എനർജി ഉണ്ട്, ഇതുകൊണ്ടൊന്നും തികയില്ലല്ലോ എന്നുള്ളൊരു തോന്നല്. ഇത് ഓരോരുത്തർക്ക് ഈ ഇരിക്കുന്ന എത്ര പേരുണ്ട് ഇതിൽ, ഓരോരുത്തർക്കും 35 പേരുണ്ട്. 35 പേർക്കും ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. നിങ്ങൾ നോക്കുക, അതായത് നിങ്ങൾ ഈ യൂണിവേഴ്സിലേക്ക് കൊടുക്കുന്ന എനർജി എന്താണോ അതാണ്. അതായത് ഒരു മാസം കിട്ടി, ഒരു മാസം ആ എനർജി കൊടുത്തു, അടുത്ത മാസം നിങ്ങൾ ഇത് തന്നെയാണ്. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾക്ക് തികയണില്ല. കിട്ടുന്ന പൈസ എത്ര കിട്ടിയാലും തികയണില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ അതിനൊരു ബർക്കത്തിനില്ല. ഹാപ്പി പോക്കറ്റ് ഫുൾ ഓഫ് മണി. ഞാൻ പറഞ്ഞില്ലേ, ജോലി എനിക്ക് അവിടെ നല്ല ജോലി ഉണ്ടായിരുന്നു, അത് കളഞ്ഞിട്ട് എനിക്ക് ആ പൈസ ഒന്നും അല്ല ഇപ്പൊ കിട്ടണേ. പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്ത് സന്തോഷം എന്നറിയാവോ? എപ്പോഴും പറയൂ. 1 ലക്ഷം രൂപ മേടിച്ചോണ്ടിരുന്ന പിന്നെ അത് 25,000 ആകുമ്പോ ഒരു സങ്കടമല്ലേ എല്ലാവർക്കും വരുന്നത്? സങ്കടാണ് വരണേ.
സങ്കടമാണ് വരുന്നത്. ആ സങ്കടം വരാൻ പാടില്ല എന്ന്, സങ്കടം വരും വരില്ല എന്നല്ല പറയുന്നത്, പക്ഷെ ആ സങ്കടത്തിൽ നമ്മൾ നിലനിൽക്കാൻ പാടില്ല. ആ സങ്കടം വന്നാൽ നമ്മൾ അതിനെ മാറ്റി അതിനെ ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് കൺവേർട്ട് ചെയ്യാനും ഹാപ്പിനെസ്സിലേക്ക് കൺവേർട്ട് ചെയ്യാനും നമുക്ക് പറ്റണം. അതിനെ എന്ത് ചെയ്യണമെന്ന് പറയാം, അതിന് പൈസയുമായിട്ട് നമ്മളൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കണം. അതാണ് അങ്ങനെ പറയുന്നത്. കൃത്രിമമായിട്ട് ആ ഒരു കൺവേർട്ട് ചെയ്യണം എന്നാണോ ഉദ്ദേശിക്കുന്നത്? ഹാപ്പിനെസ് കൺവേർട്ട് ചെയ്യണം എന്നാണോ? കൃത്രിമമായിട്ട് കൺവേർട്ട് ചെയ്യണം എന്നല്ല ഉദ്ദേശിച്ചത്. ആ ആറ്റിറ്റ്യൂഡ് നമുക്ക് തോന്നുന്ന ആറ്റിറ്റ്യൂഡ് നെഗറ്റീവ് ആണെങ്കിലോ, ഇതിനൊന്നിനും തികയില്ലല്ലോ, ഇതുകൊണ്ട് എന്താണ് എന്നുള്ളൊരു എല്ലാ മാസവും ഈ സെയിം തന്നെയല്ലേ ആറ്റിറ്റ്യൂഡ് അല്ലേ തന്നെ. പക്ഷെ ആണെങ്കിൽ നമ്മൾ ഫേക്ക് ആക്കണമെന്നല്ലേ, ഫേക്ക് ആയിട്ട് ചെയ്യണമെന്നുള്ളതല്ലേ. നമ്മൾ ഈ ഉള്ളിലെ നിറവിലേക്ക്, കയ്യിലല്ലേ 25,000 കിട്ടിയിട്ടുള്ളൂ, നമുക്ക് ഉള്ളിൽ 25 കോടി ഉണ്ടാക്കാനുള്ള ഒരു പൊട്ടൻഷ്യൽ നമുക്കുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള ഈ പ്രപഞ്ചത്തിന്റെ അബണ്ടൻസ്, നമ്മുടെ ശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ അറിയാമോ? നിങ്ങൾ ഈ പ്രപഞ്ചവുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതിന് നിങ്ങളുടെ ആ ഒരു പ്രപഞ്ചത്തിന്റെ അബണ്ടൻസ് നിങ്ങൾക്ക് ഉള്ളിൽ ഫീൽ ചെയ്യാൻ പറ്റണം. ഞാൻ ഡിസേർവിങ് ആണ് തോന്നണം. ആ കണക്ട് എപ്പോഴും KV ലൈനിൽ പിടിച്ചാൽ ആര് പിടിച്ചാലും ഷോക്ക് അടിക്കും അല്ലേ? KV ലൈനിൽ ആര് പിടിച്ചാലും ഷോക്ക് അടിക്കും. അതേപോലെ നിങ്ങളുടെ ഈ നിറഞ്ഞൊഴുകുന്ന ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞൊഴുകുന്ന ഈ അബണ്ടൻസുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ പറ്റണം. ഇത് എങ്ങനെയെന്നുള്ളത് പറഞ്ഞിട്ടില്ല കേട്ടോ ഇതുവരെ. ഞാൻ പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാം. പിന്നെ സെൽഫ് ഐഡന്റിറ്റി മാറ്റണം. സെൽഫ് ഐഡന്റിറ്റി മാറ്റണം. ഹൈറൂസ് ഹാർട്ട് വേണം. അതായത് എൻ്റെ ഐഡന്റിറ്റിയോ എനിക്ക് ഇതിനുള്ള യോഗ്യതയേ ഉള്ളൂ എന്നുള്ളൊരു അപ്പോൾ എനിക്ക് 25,000 കിട്ടണമെങ്കിൽ എൻ്റെ സ്വപ്നങ്ങളും എൻ്റെ EMI-യും എൻ്റെ ലോണും എൻ്റെ ചിട്ടിയും എല്ലാം 25 താഴെയുള്ളതായിരിക്കും. ശരിയല്ലേ? അപ്പോൾ 25 താഴെയുള്ളതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ഐഡന്റിറ്റി നിങ്ങൾ എന്ന് വലുതാക്കുന്നോ അന്നേ പൈസ നിങ്ങളിലേക്ക് വരുള്ളൂ. അല്ലാതെ നമ്മൾ എന്തോരം കിടന്ന് പണിയെടുത്തിട്ട് കാര്യമില്ല. തികയാതെ വരും. ഞാൻ പറയട്ടെ, എത്ര ലക്ഷം കിട്ടിയാലും 2-3 മാസം അതിന് ആയുസുള്ളൂ. അത് കഴിഞ്ഞ് നമുക്കത് പോരാണ്ട് വരും. നമ്മളെപ്പോഴേക്കും ഒരു കാറ് വാങ്ങിച്ചിട്ടുണ്ടാവും, നമ്മളെപ്പോഴേക്കും എന്തെങ്കിലും കാര്യങ്ങൾ ബിസിനസ് തുടങ്ങിയിട്ടുണ്ടാകും, നമ്മളപ്പോഴേക്കും ഇതൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ടാകും. അതായത് എത്ര വലിയ കസേര കിട്ടിയാലും ആ കസേരയിൽ ഒരു 3 മാസത്തേക്കേ ഉള്ളൂ നമുക്ക് ഹാപ്പിനെസ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ജോലി വെച്ച് നിങ്ങൾ ആ ജോലിക്ക് കയറിയപ്പോൾ ആറ്റിറ്റ്യൂഡാണ്, സന്തോഷമാണ് ഇപ്പം നിങ്ങൾക്കുള്ളത്. ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു മേഖലയിലാണ്. പിന്നെ അതനുസരിച്ച് ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചോ. ഇതിപ്പോ നമ്മള് മക്കളൊക്കെ എന്തെങ്കിലും എമൗണ്ട് ഉള്ള സാധനത്തിനൊക്കെ പറയുമ്പോൾ നമ്മളുടെ കയ്യിൽ ഉണ്ടെങ്കിലും അത് അത്ര പ്രയോറിറ്റൈസ് ചെയ്ത് അത് അപ്പോഴത്തേക്ക് ആവശ്യമില്ലാന്ന് ചോദിച്ചാൽ നമ്മൾ പറയൂലേ? പിന്നെ ഇപ്പൊ അതിനുള്ള ടൈം എല്ലാം പൈസന്റെ ഇതെല്ലാം അങ്ങനെ പറയുമ്പോ അത് നെഗറ്റീവ് ആയിരിക്കുമോ? ഈ പൈസ നമുക്ക് അന്നേരത്ത് പറയാം, നമുക്ക് ഇല്ലാത്തൊരു കാര്യം മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കണം എന്നല്ല പറയണത്. പക്ഷേ ഇത് നമ്മളെ കൊണ്ട് സാധ്യമല്ലാത്തതാണ് എന്നുള്ളൊരു ചിന്ത അവരിൽ കൊടുക്കരുത്. മക്കള് അത് കിട്ടിയാലും അതിന്റെ അപ്പുറത്ത് കിട്ടിയ പിന്നെയും മക്കളുടെ ആഗ്രഹങ്ങൾ അതിൽ നല്ലത് ഒരു ദിവസത്തേക്കുള്ളൂ, അത് കഴിഞ്ഞാൽ അടുത്തത് ഇങ്ങനെ ആലോചിക്കും. അപ്പോൾ ഓരോന്ന് അവൻ ആവശ്യപ്പെടുമ്പോഴും ഇത് നമ്മളെ കൊണ്ട് താങ്ങൂല, ഉപ്പാനെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല, അല്ലെങ്കിൽ ഉമ്മാനെ കൊണ്ട് കൂട്ടിയാൽ കൂടും, നമ്മൾ പാവപ്പെട്ടവരാണ് അല്ലെങ്കിൽ നമുക്കിത് പറ്റാത്തവരാണ് എന്നുള്ളൊരു ബോധമല്ല അവന് കൊടുക്കേണ്ടത്. അല്ലാതെ നമ്മൾ അപ്പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് ആ സാധനം വാങ്ങിച്ചു കൊടുത്ത് അവനെ ഹാപ്പി ആക്കണം എന്നല്ല ഒരിക്കലും ഉദ്ദേശിച്ചത്. നമ്മൾ കൊടുക്കുന്ന ബോധം എന്താണ്, നിന്നെക്കൊണ്ട് ഇത് താങ്ങൂല. അങ്ങനെ കുറെ ബോധമാണ് നമ്മുടെ ഉള്ളിലും കിടക്കണേ. അങ്ങനെ കുറെ പാരന്റിങ് ഫലമാണ് നമ്മളുടെ പ്രശ്നങ്ങൾ. അപ്പോൾ അത് മാറ്റിയിട്ടല്ല അവനക്ക് കൊടുക്കുക, അവനത് സാധ്യമാണെന്നുള്ള രീതിയിലേക്ക് അവിടുത്തെ അറ്റൻഷൻ മാറ്റി, അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ അത് എന്താണ് ടാക്കിൾ ചെയ്ത് നമ്മൾ മാറ്റിയെടുക്കണം. അല്ലാതെ നമ്മളത് കയ്യിലില്ലാത്ത കാശ് എടുത്തത് വാങ്ങിച്ചു കൊടുക്കണമെന്നും അല്ല പറയണത്. പക്ഷെ ഇത് നിനക്ക് കിട്ടൂല, നിനക്ക് പറ്റില്ല, നമുക്ക് കൂട്ടിയാൽ കൂടാത്തതാണെന്നുള്ളൊരു ചിന്ത അവൻ്റെ കൊടുക്കരുത്. അവന് നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളൊരു ബോധം അവനിലേക്ക് എത്തിക്കണം. പിന്നെ അവനോട് നമ്മൾ ശരിക്കും അറിയണം. അപ്പൊ അവൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചോദിക്കൂല എന്നല്ല, അതനുസരിച്ച് നമുക്ക് ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് അവന് മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റും. മനസ്സിലായില്ല? രണ്ടും ചെയ്യരുത്. കടം വാങ്ങിച്ചത് തിരിച്ചു കൊടുക്കുകയും ചെയ്യരുത്, അവനോട് ഇത് നിനക്ക് താങ്ങൂല എന്ന് പറയുകയും ചെയ്യരുത്. രണ്ടിന്റെ ഇടയിലൊരു കാര്യം സൂത്രത്തിൽ നിൽക്കണം. വാങ്ങിച്ചു കൊടുക്കുകയും വേണ്ട, എന്നാലും അവന്റെ മനസ്സിലൊരു നിരാശ ഉണ്ടാക്കുകയും വേണ്ട. അങ്ങനെ ഒരു രീതിയിലേക്ക് നമ്മൾ പാരന്റിങ് മാറ്റണം. അപ്പോൾ അവന്റെ സ്വപ്നമായിട്ട് എന്നും നിലനിൽക്കുകയും അവനത് നേടാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറ്റണം കാര്യം. അവന്റെ ഫുൾ ഉത്തരവാദിത്വം നമുക്കല്ല.
അവൻ നമ്മളിലൂടെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. സത്യം പറയാലോ, നമ്മളിലൂടെ വന്നു. ഈ എല്ലാ ജന്തുക്കൾക്കും ഓഫ് സ്പ്രിങ് ഇല്ലേ? എല്ലാ ജന്തുക്കൾക്കും കുഞ്ഞുങ്ങളില്ലേ? അതേപോലെ ഒരു ജീവിയാണ് മനുഷ്യനും. ആ നമ്മളിലൂടെ കുറച്ച് കുഞ്ഞുങ്ങൾ വന്നു എന്നേ ഉള്ളൂ. അല്ലാണ്ട് അവന്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്വം അവന്റെ മരിക്കണ വരെയുള്ള ചുമതലയൊന്നും നമുക്കല്ല. അവനൊരു വ്യക്തിയായിട്ട് മാറ്റണം. മോഹങ്ങളുള്ള, സ്വപ്നങ്ങളുള്ള, പണിയെടുക്കാൻ തയ്യാറുള്ള ഒരു വ്യക്തിയായിട്ട് പറഞ്ഞു. ഞാൻ കുറെ അതിനൊക്കെ ഒരു മെഡിറ്റേഷൻ കൂടെ അപ്പൊ കണ്ടല്ലേ, 10 ആറ്റിറ്റ്യൂഡാണ് ഇതിലുള്ളത്. 4 പറഞ്ഞപ്പോൾ ഇത്രയും. ഓക്കെ, വെൻ യു ആസ്ക് ഫോർ ഇറ്റ്, ഇത് കൂടെ പറയാം. 5-ാമത്തെയാണ് വെൻ യു സ്പെൻഡ് ഇറ്റ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സ്പെൻഡ് ചെയ്യുമ്പോൾ, നിങ്ങൾ പൈസ സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്? ഉഫ് അടച്ചോനെ, ഇതും കൂടെ കഴിഞ്ഞാൽ കഴിഞ്ഞല്ലോ. അല്ലെങ്കിൽ ഇതും കൂടെ അല്ലെ? കൂട്ടി അത് കുറഞ്ഞു വരികയാണല്ലോ. അല്ലെങ്കിൽ ഇത് കുണ്ട ഇപ്പോഴും എന്താണ്? ആദ്യമൊക്കെ മാഡം എനിക്ക് ദേഷ്യമായിരുന്നു പണം സ്പെൻഡ് ചെയ്യുമ്പോൾ. ഇപ്പൊ ഞാൻ ക്ലാസ് കേട്ട് 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 സന്തോഷത്തോടെ സ്പെൻഡ്. പോയിട്ട് വാ മക്കളെ. ഇതിന്റെ പോയിട്ട് മക്കളെ. ലൈഫ് ലൈനിൽ ഇരുന്നവരൊക്കെയാണ് ഈ ആൻസർ പറയണല്ലേ? ലൈഫ് ലൈനിൽ ഇരുന്നവരൊക്കെ ആൻസർ പറയും, എനിക്കറിയാം. ഇതൊക്കെ നമ്മൾ കുറെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അല്ലേ? പോയിട്ട് വാ മക്കളെ, അതായിരിക്കണം ഏറ്റവും. അല്ലാണ്ട് കുറഞ്ഞു പോലെ കൊടുക്കേണ്ടടുത്ത് കൊടുക്കണം. നിങ്ങൾ ഒരാളെ വെച്ച് പണി എടുപ്പിച്ചിട്ട് അവന് സാലറി കൊടുത്തില്ലെങ്കിൽ പിന്നെ എന്താ? പിന്നെ അതിന് വലിയ പ്രാക്ക് പറയണ്ട. ഇല്ല, കൊടുക്കേണ്ടടുത്ത് നിങ്ങൾ കൊടുക്കണം. അപ്പോൾ നിങ്ങൾ സ്പെൻഡ് ചെയ്യുമ്പോൾ അത് 1 രൂപയാണെങ്കിലോ, ഈ ടാക്സ് ഒക്കെ കൊടുക്കുമ്പോഴേ ചില ആളുകൾ എത്രയോ ലക്ഷം രൂപയാണ് ടാക്സ് കൊടുക്കണേ. അത് തിരിച്ചു കിട്ടുമോ വല്ലപ്പോഴും? റീഫണ്ട് അല്ലാതെ തിരിച്ചു കിട്ടും. അപ്പോൾ ഓരോ പ്രാവശ്യം കൊടുക്കുമ്പോഴും മനസ്സ് നീറിയാണ് കൊടുക്കണമെങ്കിലോ. അപ്പോൾ അതിൽ നല്ല വശങ്ങൾ കാണാൻ നമ്മൾ പറ്റണം. ഈ ടാക്സ് കൊടുത്തിട്ട് എൻ്റെ രാജ്യത്തിൻ്റെ നിർമ്മാണത്തിൽ ഞാൻ ഒരു പരസ്യം പറയണ പോലെ എൻ്റെ രാജ്യത്തിൻ്റെ നിർമ്മാണത്തിൽ ഞാനും പങ്കാളിയാണെന്നുള്ള ബോധത്തിൽ കൊടുക്കണം. അപ്പോൾ സ്പെൻഡ് ചെയ്യുമ്പോൾ ആറ്റിറ്റ്യൂഡ് അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആ ആറ്റിറ്റ്യൂഡ് മാറ്റണം കേട്ടോ. അത് മാറ്റണം. ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യണില്ല. വെൻ യു ആസ്ക് ഫോർ ഇറ്റ്, അടുത്തൊരു ആറ്റിറ്റ്യൂഡാണ് വെൻ യു ആസ്ക് ഫോർ ഇറ്റ്. നിങ്ങൾ പൈസയെ പറ്റി ചോദിക്കുമ്പോൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചോദിക്കുമ്പോ എന്നുള്ള ഉദ്ദേശിച്ചത് ആരോടെങ്കിലും കടം ചോദിക്കുമ്പോ കടം ചോദിക്കുമ്പോഴായിട്ട് എന്തും ആയിക്കോട്ടെ, അത് നാണക്കേടാണ് മാഡം. നാണക്കേടാണ്. ഓക്കെ, ഗ്രേറ്റ്. അപ്പോൾ ചോദിക്കുന്ന വ്യക്തിനെ ആശ്രയിച്ചിരിക്കും. ചോദിക്കുന്ന വ്യക്തിയെ ആശ്രയിച്ചിരിക്കുമെങ്കിലും നമുക്കൊരാവശ്യമുണ്ട്. ഇപ്പം ഞാൻ പറയട്ടെ, എനിക്കൊരാവശ്യമുണ്ട്. എനിക്ക് ഒരു ബിസിനസ് തുടങ്ങണം എന്ന് നോക്കാം. ആ ബിസിനസ് എൻ്റെ പാഷനാണ്. കുറേ നാളായിട്ട് എനിക്കത് നടത്തണം. എനിക്കതിൻ്റെ സമയം ഇപ്പോൾ ഏറ്റവും നല്ല സമയമാണ്. ഇനിയിപ്പോൾ 1 വർഷം കൂടെ എൻ്റെ ചിലരുണ്ട് ബിസിനസ് തുടങ്ങാൻ മാഡം, അല്ലെങ്കിൽ ക്ലാസ്സിൽ ചേരാൻ പറയുമ്പോൾ മാഡം കുറച്ചും കൂടെ കഴിയട്ടെ, ഞാൻ ഒരു ചിട്ടി ഇട്ടിട്ട് കുറച്ച് കാശ് ഇട്ടാണ്ട് എന്നിട്ട് ചേരാം എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുമല്ലോ. അതായത് ബിസിനസ് തുടങ്ങും, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഒന്നും കൂടെ കുറച്ച് ജോലിക്ക് പോയി കുറച്ച് കാശ് ഉണ്ടാക്കിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാം, അങ്ങനെയൊക്കെ പറയും, നീട്ടി വെക്കില്ലേ. അപ്പോൾ നമ്മൾ ഇപ്പോൾ അതിന് പകരം ഇപ്പോൾ ഈ പൈസ എന്ന് പറയുന്നത് നമ്മളിലേക്ക് വരേണ്ട പൈസ, അത് ഏത് വിധം നമ്മളിലേക്ക് എത്താം. ചിലപ്പോൾ കടം വാങ്ങിച്ചിട്ടായിരിക്കും, ചിലപ്പോൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടായിരിക്കും, ചിലപ്പോൾ സ്വർണ്ണം പണയം വെച്ചിട്ടായിരിക്കും, ചിലപ്പോൾ കിട്ടാനുള്ള എന്തും ആയിക്കോട്ടെ. നിങ്ങളുടെ ആഗ്രഹങ്ങളും ഐഡിയാസും വർത്താണെങ്കിൽ അതിന് എന്താണോ വഴി എന്നുള്ളത്, നിങ്ങളുടെ മുന്നിലുള്ള വഴി എന്താണ്, അതിലൂടെ പോവുക തന്നെ വേണം. പോകാം നമുക്ക്. ദൈവത്തിന് നിങ്ങൾ പൈസ പൊതിയായിട്ട് നിങ്ങൾക്ക് കൊണ്ടുതരാനൊന്നും പറ്റൂലല്ലോ. ചിലപ്പോൾ കടമായിട്ടായിരിക്കും ചോദിക്കുക. കടം വാങ്ങിക്കണം എന്നല്ല ഞാൻ പറയണേ കേട്ടോ. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നിങ്ങളുടെ ആ എനർജി നെഗറ്റീവ് ആവണ്ട, നാണക്കേട് വിചാരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് നാണക്കേട് വേണ്ട മാഡം. നിങ്ങളുടെ കഴിവിൽ വിശ്വാസം ഉണ്ട്. നിങ്ങൾ ആ പൈസ തിരിച്ചു കൊടുക്കാനുള്ള ബോധത്തിലായിരിക്കണം വാങ്ങിക്കേണ്ട. അല്ലാണ്ട് ഇത് കിട്ടിയിട്ട് ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കും. സ്വന്തം ജീവിതത്തിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. ചിലല്ലേ എല്ലാവരും പൈസ റെഡി ആയി കാശ് കയ്യിൽ വെച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യണേ. ചിലപ്പോൾ ചോദിക്കേണ്ടി വരും. പക്ഷെ ചോദിക്കുമ്പോഴും അതേപോലെ പല ആൾക്കാരും കാശ് വരുമ്പോഴത്തേക്ക് അവർക്ക് കൂടുതൽ കാശ് വന്ന ഹോസ്പിറ്റലിൽ പെട്ടെന്നൊരു ചെലവ് വരുന്നുണ്ട്. അത് കുറെ ഒരു അബോധമുണ്ട്, അവയർനെസ്സും അങ്ങനെയായിരിക്കും ചിലപ്പോൾ. അങ്ങനെ ഇപ്പോൾ വന്നില്ലേ, ഇങ്ങനെ എനിക്ക് ഇച്ചിരി കാശ് വരുമ്പോഴേക്കും എങ്ങനെയെങ്കിലും ഇച്ചിരി കാശുണ്ട് അപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും, അല്ലെങ്കിൽ ഇന്നാക്ക് കൊടുക്കേണ്ടതെന്നുള്ളൊരു ബോധം അവരുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഇന്നർ തോട്ട്സ് ആണ് പുറത്ത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. നമ്മൾ കൊടുക്കേണ്ട എനർജി, അതാണ് എനർജി എന്ന് പറയുന്നത്. നമ്മൾ എന്ത് എനർജിയാണോ കൊടുക്കുന്നത് അത് നമ്മളിലേക്ക് തിരിച്ചു വരും. അപ്പോൾ സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യമാണെങ്കിൽ നിങ്ങൾ അതിന് വാങ്ങിക്കേണ്ട സ്ഥലങ്ങൾ, ഇപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ബ്രെഡ് ചെയ്തിട്ടോ ഒക്കെ ആണെങ്കിൽ അതിൽ തെറ്റില്ല. പക്ഷെ അതൊരു ശീലമാക്കി മാറ്റരുത്. അതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റണം.
കാരണം സമയമല്ല ഏറ്റവും വലിയ മൂലധനം. നിങ്ങൾക്ക് ഈ വർഷം തുടങ്ങേണ്ട ഒരു ബിസിനസ് 5 കൊല്ലം കഴിഞ്ഞ് തുടങ്ങിയാൽ എന്തായിരിക്കും? അത് മാത്രം ആലോചിച്ചാൽ മതി. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പൈസ ഇല്ല, ഇപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. ഈ വർഷം തുടങ്ങി 5 വർഷം കൊണ്ട് നിങ്ങൾ അതിനെ സ്കെയിലപ്പ് ചെയ്ത് 5 വർഷം ആകുമ്പോഴേക്കും അത് സ്കെയിലപ്പ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. അല്ല 5 വർഷം കഴിഞ്ഞിട്ടാണ് ചിട്ടി കയറുന്നുണ്ട്, അത് വട്ടമെത്തി 5 കൊല്ലം കഴിയുമ്പോഴാണ് കിട്ടുക. എന്നിട്ട് ബിസിനസ് തുടങ്ങാന്ന് വെച്ചാൽ എന്താ കാര്യം? എന്താ കാര്യം? അപ്പോഴേക്കും ആ ബിസിനസ് തന്നെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ ആസ്ക് ചെയ്യും, ചോദിക്കുമ്പോൾ നമുക്കതിൽ നാണക്കേടോ അല്ലെങ്കിൽ അയ്യോ ഒരു കുറ്റബോധം തോന്നേണ്ട കാര്യമില്ല. പക്ഷെ ഞാൻ പറയാം, ഇത് നിങ്ങൾ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കിയെടുക്കണം. ചോദിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഞാൻ പറയണേ. ചോദിക്കണം, അങ്ങനെ കടം വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കണം, അതൊന്നുമല്ല പറയണേ. പക്ഷേ നമ്മൾക്ക് ആവശ്യമുള്ള പല രീതിയിലൂടെ ആയിരിക്കും നമ്മളിലേക്ക് വരിക. അത് മനസ്സിലാക്കി നിങ്ങളുടെ ഹൃദയം പറയുന്നുണ്ട് ഇതാണ് എൻ്റെ വഴി എന്ന് പറഞ്ഞാൽ അത് ചെയ്യാം. എല്ലാവരും കയ്യിൽ റൊക്കം കാശുണ്ടായിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യണേ. പക്ഷേ അത് ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. നമ്മൾ നമ്മുടെ സ്കില്ല് വർദ്ധിപ്പിച്ച് നമ്മൾ അത് അത് ഇരട്ടിയാക്കാൻ 25,000 രൂപ കയ്യിൽ വെച്ചിട്ട് നമുക്ക് വെറുതെ ഇരിക്കാം. ഇത് കുറഞ്ഞു പോയാൽ എന്ത് ചെയ്യും, ഇതിൽ നിന്ന് എടുത്താൽ തീർന്നു പോലോ എന്ന് വെച്ച് ഇരിക്കാം. ആ 25,000 രൂപ അടുത്തൊരു മാസം ആകുമ്പോഴേക്കും ഒരു 5,000 രൂപ കൂട്ടുന്ന രീതിയിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. പ്രോഫിറ്റ് ഉണ്ട് അല്ലേ? രണ്ടും ചെയ്തൂടെ? അപ്പോൾ ആലോചിക്കാം. അപ്പോൾ പൈസ നമ്മുടെ എനർജിയാണ്. പൈസ, മണി ഈസ് എനർജി. നമ്മൾ ഈ ഓരോ അവസ്ഥ, നമ്മൾ 5 ആറ്റിറ്റ്യൂഡാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനിയുള്ള കുറേ ഉണ്ട് ആറ്റിറ്റ്യൂഡ്, 14 ആറ്റിറ്റ്യൂഡിൽ കിടക്കുന്നുണ്ട്. എത്തിക്സ് അറൗണ്ട് മണി, വെൻ യു ആസ്ക് ഫോർ ഇറ്റ് അബൌട്ട് ദോസ് ഹു ഹാവ് മണി. പൈസ ഉള്ളവരെ കാണുമ്പോൾ ആറ്റിറ്റ്യൂഡ്, പൈസ വാങ്ങിക്കുന്നവരെ കാണുമ്പോൾ ആറ്റിറ്റ്യൂഡ്, വെൻ യു സീ ദ പ്രൈസ് ഓഫ് സംതിങ്, വില കൂടുമ്പോൾ എന്തിനേയും വില കൂടുന്ന കാണുമ്പോൾ ആറ്റിറ്റ്യൂഡ്, സെൽഫ് ഇൻവെസ്റ്റ്മെൻറ്റിനോടുള്ള ആറ്റിറ്റ്യൂഡ്, യുവർ പ്രസൻറ്റ് മണി ജേണിയുള്ള ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ പാസ്റ്റിലുള്ള ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ ഫ്യൂച്ചറിനുള്ള ആറ്റിറ്റ്യൂഡ്, പ്രൈസ് ഓഫ് സംതിങ് ഗോസ് അപ്പ്. അപ്പോൾ കുറേ ആറ്റിറ്റ്യൂഡ്, അപ്പോൾ 5 ആറ്റിറ്റ്യൂഡ് നമ്മൾ പറഞ്ഞോളൂ. അപ്പോൾ നിങ്ങൾ നോക്കുക നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്. നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾക്കൊരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്യുന്നുണ്ടോ? ഈ പറയുന്ന 5 കാര്യത്തിലൂടെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ എനർജി എന്താണ്? ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എനർജി. നിങ്ങളുടെ എനർജി ഒരു പെയിനാണ്, ഒരു നിരാശയാണ്, ഒരു സങ്കടമാണ്, ഒരു ഫ്രസ്ട്രേഷനാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ആ എനർജി മാറ്റണം. പണത്തിൻ്റെ നിറവ് മനസ്സിൽ അറിയണം. അത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് പറ്റുന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. അത് പ്രാക്ടീസ് ചെയ്ത് പിന്നെ ഇല്ലാണ്ടാവുമ്പോൾ പിന്നെയും പഴയതിലേക്ക് പോകും, പിന്നെയും പഴയതിലേക്ക് പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ അവസ്ഥ മാറണ വരെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. എന്നാലും നിലനിർത്തണം. നമ്മൾ എൻറ്റയർലി ഒരു പുതിയൊരാളായിട്ട് മാറണം വരെ. ഇപ്പോൾ ഇന്നിരിക്കണം. ഒരു 2 കൊല്ലത്തിന് മുമ്പ് ഉണ്ടായിരുന്ന ഞാനല്ല ഇപ്പോൾ. എൻ്റെ ഇപ്പം നിഷ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. 1 കൊല്ലത്തിന് മുമ്പ് മാഡം എങ്ങനെയായിരുന്നു എന്നറിയാം. 2 കൊല്ലത്തിന് മുമ്പ് ഉണ്ടായിരുന്ന ഞാനല്ല ഇപ്പോൾ. ഞാൻ പുതിയൊരു വ്യക്തിയായി മാറി ഇപ്പോൾ. ഇനി ഒരു 3 കൊല്ലം കഴിയുമ്പോൾ വേറെ എൻറ്റയർലി ഇപ്പോൾ എനിക്ക് ആലോചിക്കാൻ പറ്റാത്ത ഒരാളായിട്ട് ചിലപ്പോൾ മാറിയിട്ടുണ്ടാവാം. അപ്പോൾ നമ്മുടെ എനർജി മാറ്റണം. ഞാൻ എന്ത് പറഞ്ഞപ്പോൾ ഇതിലേക്ക് പറഞ്ഞത്? അപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ എന്ത് പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ മറന്നുപോയി. അപ്പോൾ പൈസേനെ സംശയം ചോദിക്കണം. ആ Sorry, sorry. പറഞ്ഞു. നമ്മളോട് കാശ് ചോദിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. ഉം. അപ്പൊ നമുക്ക് കൊടുക്കാൻ പറ്റാത്ത ആളോട് നമ്മളെ കയ്യിൽ ഉണ്ടായിട്ട് നമ്മൾ ചിലപ്പോൾ അത് കൃഷിയായി കൊണ്ടുനടക്കുന്ന ആൾക്കാരുണ്ടാവും. ഉം. അങ്ങനെയുള്ള ആൾക്കാരോട് നമ്മൾ നോ പറയേണ്ടി വരും. നമ്മളെ കയ്യിൽ ഉണ്ടായിട്ട് നമ്മൾ നോ ഇല്ല എന്ന് പറയേണ്ടി വരും. അപ്പൊ നെഗറ്റീവ് ആണ്. അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യാം? എന്താണ് ഒന്നുകൂടി പറഞ്ഞാൽ ആദ്യം ചോദിച്ച ആളെ ഒരാള് നമ്മളെ കയ്യിൽ കാശ് ചോദിച്ചു. ആ നമ്മളെ കയ്യിൽ കാശുണ്ട്, ആ പക്ഷെ ആ വ്യക്തിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ആ ആ വ്യക്തി ഇതിങ്ങനെ ചോദിച്ചു നടക്കുന്ന ഒരാളാണോ എന്തോ ആയിക്കോട്ടെ, ആ ആ ഒരാൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അയാളോട് നമുക്ക് ഇല്ല എന്ന് പറയേണ്ടി വരും. പക്ഷെ നമ്മളെ കയ്യിൽ കാശുണ്ട്. ഇല്ലാന്ന് പറയാൻ ആളങ്ങനെ പറ്റില്ലല്ലേ ചോദിക്കണേ? അതെ അതെ. ഇത് ഞാൻ പറയട്ടെ, നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദിച്ചത്. ഞാൻ പറയട്ടെ. എന്താന്ന് വെച്ചാലേ ഇത് വളരെ ഇത് ചെയ്യേണ്ടത്, നമ്മൾ ഒരു പൈസ കൊടുത്തിട്ട് നമ്മൾക്ക് അറിയാം അയാൾ ഇങ്ങനത്തെ വ്യക്തിയാണെന്ന് നമുക്കറിയാം അല്ലേ? ഇങ്ങനെ വ്യക്തിയാണ്, നമ്മൾ തിരിച്ച് പ്രതീക്ഷിച്ച് കൊടുക്കരുത്. അതാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് അയാളെ സഹായിക്കാൻ വേണ്ടി വേണമെങ്കിൽ കൊടുക്കാം. നിങ്ങൾക്ക് അയാൾ അറിഞ്ഞുകൊണ്ടാണല്ലോ നമ്മൾ തലവെച്ച് കൊടുക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ പൂർണ്ണമായിട്ടും നിങ്ങൾ ആ ഒരു പൈസ അയാളെ സഹായിക്കാൻ നിങ്ങൾക്ക് അവിടെ അയാളുടെ ദൈവമായിട്ട് നിങ്ങൾക്ക് മാറാം. പക്ഷേ ദൈവത്തിന് നമ്മൾ പൈസ തിരിച്ചു വേണമെന്ന് ആഗ്രഹിക്കണില്ലല്ലോ. നമ്മൾ കൊടുത്ത പൈസ തിരിച്ചു വേണം ദൈവം ആഗ്രഹിക്കുന്നില്ല. അതേപോലെ നിങ്ങൾക്ക് അയാളുടെ ദൈവമായിട്ട് വേണമെങ്കിൽ മാറാം, കൊടുക്കാം. പക്ഷേ നിങ്ങൾക്കത് വേണമെന്നുണ്ട്, അയാൾ ഇങ്ങനത്തെ ആളാണെന്നുണ്ടെങ്കിൽ, നമുക്ക് കിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത് തിരിച്ചു വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കാതിരിക്കുക. കാരണം എന്താണെന്നറിയുമോ? നിങ്ങൾക്കത് കിട്ടാത്തിടത്തോളം നിങ്ങളുടെ ഉള്ളിൽ ഈ ഒരു ഹോണ്ടിങ് തോട്ട്സ് ഉണ്ടാവും. അവൻ എന്നാലും ആ കാശ് കൊണ്ട് പോയിട്ട് തന്നില്ലല്ലോ. ഇത് തന്നില്ലല്ലോ പറയുമ്പോഴും നമ്മൾ ആരുടെ എനർജി പൊല്യൂട്ടഡ് ആണ്? നമ്മുടെ എനർജി അല്ലേ? അയാൾ അതുകൊണ്ട് പോയി.
അതായത് നമ്മളൊരു ക്രിഞ്ചി ഫീലിംഗ് ആണ്. അയ്യോ ഇല്ല 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 ഇല്ലല്ലോ 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 എന്നല്ലേ പറയണേ. അത് നമ്മുടെ മണി ബ്ലോക്ക് ഉണ്ടാക്കും. അപ്പോൾ ഒരു കാര്യമാണ്, ഒന്നുകിൽ നിങ്ങൾ അതിനെ കൊടുത്തിട്ട് സന്തോഷത്തോടെ പറഞ്ഞു വിടാം, നീ എന്തെങ്കിലും കാണിച്ചോ എന്ന് പറഞ്ഞ് പറഞ്ഞു വിടാം. അങ്ങനെയുള്ള ധൈര്യം ഉണ്ടെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ കൊടുക്കാതിരിക്കുക. നിങ്ങൾ ആളെ അറിഞ്ഞിട്ട് അല്ല, ആളെ തരണ ആളാണ് നമ്മൾ അങ്ങനെയൊക്കെ കഴിവതും കടങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. കടങ്ങൾ ഒഴിവാക്കുക എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ ഇപ്പോൾ കടം വാങ്ങിക്കണ കാര്യം നമ്മളിപ്പോൾ പറഞ്ഞു, അത് വേറൊരു കാര്യമാണ്. നമ്മൾ ചോദിക്കുക അതിൽ നമ്മൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു. കാരണം പണം എന്ന് പറയുന്നത് ദൈവികമായ ഒരു സംഭവമാണ്. നമുക്ക് ഒരാളെ പൈസയുടെ കാര്യത്തിൽ പറ്റിക്കാൻ പറ്റില്ല, അത് ആദ്യം മനസ്സിലാക്കുക. പൈസയുടെ കാര്യത്തിൽ നമുക്ക് ഒരാളെ പറ്റിക്കാൻ പറ്റില്ല. നമ്മൾ സ്വയം നമ്മളിൽ നിന്നാണ് മോഷ്ടിക്കണേ. നമുക്ക് പൈസ മോഷ്ടിക്കാൻ പറ്റില്ല. നമ്മുടെ സമയമാണ് നമ്മൾ മോഷ്ടിക്കണേ, നമ്മുടെ എനർജിയാണ് നമ്മൾ മോഷ്ടിക്കണേ. അത് മനസ്സിലാക്കിയാണല്ലോ. അപ്പോൾ ഒന്നുകിൽ ഇത് പോട്ടെ എന്ന് വെച്ചിട്ട് അങ്ങോട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കൊടുക്കാതിരിക്കുക. മാഡം പൈസ ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? അത് ഞാൻ പറഞ്ഞു, അതാണ് സാഹചര്യം അനുസരിച്ചിട്ട്. ഇല്ലാന്നല്ല, ഉണ്ട് തരൂല എന്ന് തന്നെ പറഞ്ഞത്. ഇല്ലാന്ന് പറയാൻ പറ്റുമോ? ഇല്ലാന്നല്ല, അതെനിക്ക് തരാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. ഒരു ക്ലാസ്സിൽ കേട്ടിട്ടുണ്ട് മാഡം, ഇങ്ങനെ പറയണം, ഇല്ല ഉണ്ട് പക്ഷെ തരില്ല. അതാണ് പറഞ്ഞത് സാർ അതാ പറഞ്ഞേ, ഉണ്ട് ഫ്രണ്ട്സ്മാരോട് പറയാൻ പറ്റത്തില്ലല്ലോ. രണ്ടുമാരോട്. പക്ഷെ അത് അവരെ അതാണ് പറഞ്ഞത്, കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയാളെ സഹായിക്കണം. എൻ്റെ അറിയാവുന്ന ഒരാൾക്ക് കുറച്ച് ബാധ്യതയുണ്ട്. സത്യം പറയാലോ, എനിക്ക് അയാളെ സഹായിക്കണം. എനിക്ക് പൈസ കിട്ടുമ്പോൾ എനിക്ക് അയാൾക്ക് ചെറിയൊരു എമൗണ്ട് അല്ല, വലിയ എമൗണ്ടാണ്, എനിക്ക് കൊടുക്കണം എന്നുണ്ട്. ഞാൻ ഇപ്പോഴേ പറയും, അയ്യോ എനിക്ക് ഇന്നാക്കി ഈ പൈസ കൊടുക്കണം. പക്ഷെ ഞാനത് ഒരിക്കലും തിരിച്ചു കിട്ടണമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല ഞാനത് പ്ലാൻ ചെയ്യാൻ. എനിക്ക് തിരിച്ചു കിട്ടണം, എനിക്ക് തിരിച്ചു വേണ്ട. അതെൻ്റെ ആറ്റിറ്റ്യൂഡാണ്. കാരണം അല്ലാതെ എനിക്ക് ആ പൈസ കിട്ടിയിട്ട് വേറെ തിരിച്ചു കിട്ടണമെന്നോ അല്ലെങ്കിൽ എനിക്ക് അതിൻ്റെ പേരിൽ എല്ലാവരോടും പറയാനൊന്നുമല്ല, കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അപ്പം നിങ്ങളുടെ എനർജി പൊല്യൂട്ടഡ് ആവണില്ല. അല്ല, നിങ്ങൾ കൊടുത്തിട്ട് കിട്ടണില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൊടുക്കാതിരിക്കും. പറയുക ഉണ്ട് തരൂല, സാറ് പറഞ്ഞിട്ട് ഉണ്ട് തരൂല, ആ ബന്ധം പോട്ടേന്നെ, സാരമില്ല, നമ്മളറിയാവുന്ന ബന്ധമാണെങ്കിൽ പോകൂല. അല്ലെങ്കിൽ കൊടുക്കുക, നിങ്ങൾ തീരുമാനിക്കുക. അത് എന്താ വെച്ചാലേ, നമ്മുടെ മണി എനർജി ബ്ലോക്ക് ആക്കണമൊന്നും നമ്മൾ ചെയ്യരുത്. നമ്മുടെ മണി എനർജി ബ്ലോക്ക് ആക്കണമൊന്നും നമ്മൾ ചെയ്യരുത്. എപ്പോഴും മനസ്സിലാക്കുക. അത് തന്നെയാണ് ഇങ്ങനെയുള്ള ക്ലാസ്സുകൾക്കൊക്കെ ചില ആളുകൾക്ക് ഫീസ് വാങ്ങിച്ച്, ഞാൻ പറയല്ലോ, കഴിഞ്ഞ ദിവസം ഫീസ് വന്നിട്ട് ഒരാൾ അത് റീഫണ്ട് ചോദിച്ചു. സത്യത്തിൽ അത് കൊടുക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആ പൈസ പിടിച്ചിട്ട് കൊടുത്താൽ മതി. സമയമല്ലേ പണം എന്ന് പറയുന്നത് സമയമാണ്. പക്ഷെ ഞാനത് ചെയ്തില്ല, ഞാൻ അങ്ങനെ തന്നെ തിരിച്ചു കൊടുത്തു. എനിക്ക് അതിലെ പണത്തിൽ, കാരണം അത് കൊടുത്ത് 1 മണിക്കൂറിൽ അതിന്റെ ഇരട്ടിയായിട്ട് ആ പൈസ തിരിച്ചു തന്നു. അറിയാവുന്ന 1-2 മണിക്കൂറിനുള്ളിൽ ആ കൊടുത്ത എമൗണ്ട് ഇരട്ടിയായിട്ട് തിരിച്ചു തന്നു. അതാണ് പൈസ. നമ്മുടെ വൈബ്രേഷൻ ലത്തീഫ് സാറിനെ ഒന്ന് മ്യൂട്ട് ചെയ്യണ്ടേ. നമ്മുടെ വൈബ്രേഷൻ പൊല്യൂട്ടഡ് ആക്കരുത്. വേണേ നിങ്ങൾക്ക് പറയാം ഉണ്ട് തരൂല, പറഞ്ഞു നോ പറയേണ്ട അടുത്ത് നോ പറയാൻ തന്നെ വേണം. നോ പറയാൻ വേണം. മ്യൂട്ട് ചെയ്യണേ ലത്തീഫ് സാറേ. രണ്ടായിരം ചോദിച്ച വ്യക്തിക്ക് നോ പറയാൻ മടിയില്ല. രണ്ട് ഇതില് വഞ്ചിയിൽ നിൽക്കരുതെന്നേ. നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ എനർജി ആണോ? അല്ല മാം, നമുക്ക് കൊടുക്കണം, പക്ഷെ തിരിച്ചു കിട്ടില്ല എന്ന് ഉറപ്പാണ്. അപ്പൊ നമ്മൾ 2000 ചോദിച്ച 1000 കൊടുത്തൂടെ? പറയാം, അത് 1000 തിരിച്ച് പ്രതീക്ഷിക്കണ്ട. പറയണതേ തിരിച്ചു പ്രതീക്ഷിക്കണ്ട, പോയാ പോട്ടെ. പോട്ടെ, അങ്ങനെയൊക്കെ ചെയ്യാം. അതാണ് നമ്മുടെ ഞാൻ പറയാൻ ശരി, എനിക്ക് 2000 കൊടുക്കും. പക്ഷെ ആ 2000 കൊടുത്ത് അന്ന് തുടങ്ങി പണ്ട് ഞാൻ ഇങ്ങനെയായിരുന്നു, എനിക്കിതെന്ന് തിരിച്ചിട്ടും ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം അങ്ങനെയല്ല. 2000 കൊടുത്തു കഴിഞ്ഞാൽ അന്ന് തുടങ്ങി ഞാൻ ആലോചിക്കുകയാണ്, ഇത് എന്ന് കിട്ടും, അയാൾ 2000 തന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ എൻ്റെ എനർജിയാണ് ഞാൻ നോക്കണേ. പണ്ടൊക്കെ എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും സ്റ്റുഡൻസ് വരട്ടെ എന്നായിരുന്നു. ഇപ്പം അങ്ങനെയില്ല. ഇത് അർഹിക്കുന്നവർ വന്നാൽ മതി എന്നാണ് ഇപ്പം എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്. സത്യമുള്ള കാര്യം, നിങ്ങൾ ഇത്രയും പേര് ഇരുത്തിക്കൊണ്ടല്ലേ ഞാൻ പറയണേ. അർഹിക്കുന്നവർ വന്നാൽ മതി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. കാരണം എൻ്റെ എനർജി പൊല്യൂട്ടഡ് ആക്കാൻ ഞാൻ തയ്യാറല്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വിചാരിച്ച് നമുക്ക് ആരെയും മാറ്റാൻ പറ്റില്ലേ. ഓരോരുത്തരും മാറണമെങ്കിൽ അവർ വിചാരിക്കണം. എനിക്കിതിങ്ങനെ പറയാനോ കാണിച്ചു തരാനേ പറ്റുള്ളൂ. നിങ്ങൾ മാറണേന്ന് നിങ്ങൾ വിചാരിക്കണം. ഇതിനു വേണ്ടി സമയം ഇൻവെസ്റ്റ് ചെയ്യണം. 40 വയസ്സ് ഉണ്ടെങ്കിൽ 40 വയസ്സ് കൊണ്ട് ഉണ്ടാക്കിയ കഥയാണ് മാറ്റി എഴുതാൻ പോണേ. അതൊരാൾ വന്നിട്ട് പൊതിഞ്ഞേട്ടി തരികയൊന്നുമില്ല, ഒരു ഗുളികയൊന്നും ഇല്ല ഇതിന്. ഈ ഗുളിക കഴിച്ചാൽ മാറുമെന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. ഈ ഗുളിക നിങ്ങൾ കഴിക്കാൻ തയ്യാറാവണം. നിങ്ങൾ അതിന് എഫേർട്ട് എടുക്കണം, നിങ്ങൾ അതിന് വേണ്ടി പഠിക്കണം, നിങ്ങൾ അതിന് ബുക്ക് വായിക്കണം, വീഡിയോ കാണണം. അല്ലാണ്ട് വെറുതെ യൂട്യൂബ് വീഡിയോ ഇരുന്ന് കണ്ടോന്നും കാര്യമില്ല. അതിൽ നിന്നിട്ട് അറിവ് തിരിച്ചറിവാക്കി അവയർനെസ് വർദ്ധിപ്പിക്കണം. ഇപ്പൊ
ഇപ്പൊ ഒരു അവബോധം നിങ്ങൾക്ക് വന്നില്ലേ? ഇത്രയും നേരം ഞാൻ പറഞ്ഞു തന്നത് ബോധമാണ്, അറിവാണ്, ഒരു അവയർനെസ്. ലത്തീഫ് സാർ ഒന്ന് മ്യൂട്ട് ചെയ്യുമോനെ. അതായത് ഇത്രയും നേരം ഞാൻ പറഞ്ഞു തന്നത് ഒരു അവബോധമാണ്. ഈ അവബോധം ഇപ്പൊ നിങ്ങൾക്കൊരു ഐഡിയ, ഇപ്പൊ ലൈഫ് പറഞ്ഞവരൊക്കെ, ക്ലാസ്സിൽ ഇരുന്നവരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞില്ലേ, ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് അവർ ഉത്തരം പറഞ്ഞില്ലേ? എന്താണ്? അവർക്ക് ആ ഒരു അവബോധം വന്നിട്ടുണ്ട്. അവർ പറഞ്ഞ ഞാൻ പ്രതീക്ഷിക്കുന്ന ആൻസറാണ്, ഞങ്ങൾക്ക് ഉത്തരം അറിയാമെന്ന് പറഞ്ഞിട്ടാണ് അവർ പറഞ്ഞത്. പക്ഷെ ഉത്തരം അറിഞ്ഞേണ്ട കാര്യമില്ല, ഉത്തരം ഇംപ്ലിമെന്റ് ചെയ്യണം. ലൈഫിൽ ഞാൻ കുറേ പ്രാവശ്യം ഇങ്ങനത്തെ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിലുള്ള ഒരുപാട് പേര് ഇതിലിപ്പുണ്ട്. അപ്പൊ അവർക്കറിയാം ഞാൻ എന്താണ് ഈ പറയാൻ പോണെന്ന്, അവർക്കറിയാം ഞങ്ങൾ പറയാൻ പോണെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല, നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണം. കാരണം നമ്മുടെ ലോകത്തെ, നമ്മുടെ ചിന്തകൾ നമ്മൾ മാത്രമാണ്, വേറെ ആർക്കും ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ എന്തായാലും ഇത് 5 ആറ്റിറ്റ്യൂഡ് പറഞ്ഞപ്പോൾ തന്നെ ഇത്രയും 1 മണിക്കൂറായി. 10 മണി വരെയാണോ? 1 മണിക്കൂറായി. എന്നാലും ഞാൻ ജസ്റ്റ് 10 മിനിറ്റ് മെഡിറ്റേഷൻ, നിങ്ങൾ എന്തായാലും വന്ന സ്ഥിതിക്ക് ഞാൻ മെഡിറ്റേഷൻ തരാം. അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു, മൈൻഡ് പവർ അക്കാദമിയിൽ മെയിൻ ആയിട്ട് 2 ക്ലാസ്സസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഒന്ന് ഹീലിംഗ്, വൈകുന്നേരം 9 മണി തുടങ്ങി 10 മണി ഹീലിംഗ് ക്ലബ് എന്നുള്ള പ്രോഗ്രാം. അതിൽ ഈ മാസം ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഉണ്ടാവും. EFT ടാപ്പിംഗ് ഉപയോഗിച്ച്, നിങ്ങൾ അത് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. നിങ്ങൾ അത് ഉണ്ടാവില്ല ഇതിൽ. ഇന്നർ ചൈൽഡ് ഹീലിംഗ് ടാപ്പിംഗ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നതിൽ. ഇന്നർ ചൈൽഡ് ഹീലിംഗ് നിങ്ങൾ പലതും ചെയ്തിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. പക്ഷെ അതിൽ കവിത എവിടെ? കവിത റീബർത്തിൻ്റെ എക്സ്പീരിയൻസ്, കവിതയോട് ഞാൻ പറയപ്പോഴുള്ള സമയം പോയി. റീബർത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞല്ലോ. ആ കുട്ടി പറഞ്ഞു, എനിക്കിപ്പോൾ മാഡം പേടിയില്ല, എനിക്ക് ഒന്നിനും പേടി. ഇന്ന് ഞാൻ അതിൻ്റെ മെസ്സേജ് ഞാൻ കേൾപ്പിച്ചിരുന്നു. കവിത ഇന്ന് എനിക്ക് അയച്ച മെസ്സേജ്, ഞാനിത് ആലോചിച്ചിട്ട് പറയണല്ലോ കേട്ടോ. കവിത സമയം പോയി. കവിത പറഞ്ഞത്, എനിക്ക് ഈ വർക്കിന് മുമ്പ് ഒരുപാട് എനിക്ക് അത്ഭുതം തോന്നി. കാരണം ഇത്രയും ചെറിയൊരു ദിവസം കൊണ്ട് ഇത്രയും സെറ്റിട്ട് പോലെ അടുത്ത് എനിക്ക് നല്ല നല്ല വ്യത്യാസം വിളിക്കുന്നു. നമ്മൾ നല്ല ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. നമ്മൾ ഇതാക്കിയ പിന്നെ ശേഷം നല്ലോണം ഹാപ്പിനെസ്, എനിക്ക് എപ്പോഴും ഭയങ്കര ഹാപ്പിനെസ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. പേടിയും ടെൻഷനൊക്കെ വരുന്നുണ്ട്, പക്ഷെ പെട്ടെന്ന് പെട്ടെന്ന് എനിക്ക് മാറ്റാനായിട്ട് പറ്റുന്നുണ്ട്. അത് 1 മിനിറ്റ് കൊണ്ട് തന്നെ പേടി സങ്കടം വരുമ്പോൾ പെട്ടെന്ന് തന്നെ അത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമ്മൾ എനിക്ക് വർക്കിൻ്റെ കാര്യമൊന്നും റെഡി ആയിട്ടില്ല. അതൊരു നമുക്ക് ഇങ്ങനെ ഹീലാവുന്ന സമയത്തെല്ലാം എല്ലാം റെഡി ആവുന്നതാണല്ലോ. അപ്പൊ കുറച്ചുകൂടെ ഡൗട്ടില്ല. പക്ഷെ എന്നാലും ഒരു കാരണം നമുക്ക് ഇപ്പം ആവശ്യമുണ്ടല്ലോ. കാരണം ഇത്രയും ദിവസം എനിക്ക് വരുമാനമൊന്നുമില്ല. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്താ ചെയ്യാ? കവിതയിലുണ്ട് കേട്ടാ. മൊത്തം തിരിച്ചിലാവും, വല്ലാത്തൊരു അവസ്ഥയിലാവും. പിന്നെ നന്നായിട്ട് ഇതാക്കുന്നുണ്ട്. കാരണം ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് നന്നായിട്ട് കവിതയുടെ ഹീലിംഗ് ജസ്റ്റ് നടന്നിട്ടുള്ള, ഇനിയുണ്ട് കവിതയ്ക്ക് സെഷൻസ് ബാക്കി. കവിത വന്ന കവിത അല്ല ഇപ്പൊ. കവിത എവിടെ? നിങ്ങൾ കവിത ഉണ്ടോ? ഞാൻ സംസാരിക്കില്ല നേരം. പറയൂ കവിത. നേരം പോയി, മെഡിറ്റേഷൻ സമയം പോയി. പറയൂ കവിത. പറഞ്ഞില്ലേ, പെട്ടെന്ന് ഒരു സ്വിച്ച് ഓഫ് ആക്കിയ പോലെ എന്റെ പേടിയും ടെൻഷനും ഒക്കെ മാറി. ഇപ്പൊ ഭയങ്കര വിശ്വാസമുണ്ട്. സെൽഫ് ലവ് നന്നായി വർദ്ധിച്ചിട്ടുണ്ട്. ഭയങ്കര ഹാപ്പിനെസ് എന്തെങ്കിലും ഒറ്റൊക്കെ ഒഴുകി വരും ഹാപ്പിനെസ് ഉള്ളിൽ. എനിക്ക് എന്താ അറിയില്ല, ഭയങ്കര ഹാപ്പിനെസ്. ഒന്ന് മോൻ കാണിച്ചു വെച്ചിരിക്കും, ഒന്ന് കാണിച്ചു വെച്ചിരിക്കും. ഒരൊറ്റ റീബർത്ത് സെഷനെ കവിത ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഒരൊറ്റ സെഷൻ. ഞാൻ സാധാരണ ഇൻഡിവിജ്വൽ സെഷന് കുറേ കൊടുക്കും, പക്ഷെ കവിതേനെ എനിക്ക് അടുപ്പിക്കാൻ പറ്റില്ല. കവിതയ്ക്ക് അത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കവിതയുടെ പേഴ്സണൽ ലൈഫിൽ അത്രയും സ്ട്രഗിള്. അപ്പൊ ആ ആളോട് എനിക്ക് റീബർത്തോ അല്ലെങ്കിൽ എനിക്ക് ഉപദേശങ്ങളൊന്നും പറ്റണില്ല. ഇത്രയും കവിതേനെ ഞാൻ ഒരുമിച്ചിരുത്തി എഴുതി കത്തിപ്പിക്കലായിരുന്നു. സാധാരണ ഞാൻ എഴുതി കത്തിക്കാൻ പറയലാണ്. ഇത് കവിതേനെ കൊണ്ടടക്കുമായിരുന്നു ഞാൻ. എന്നിട്ടില്ല, ഇപ്പോഴാണ് എനിക്ക് സെഷൻസ് മര്യാദ. ഞാൻ പറഞ്ഞ ഇടക്കിടക്ക് നമുക്ക് ഇങ്ങനെ ഇരിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കവിതയോട്. അപ്പോൾ മനസ്സിലായി. അതായത് ഇമ്പ്യൂരിറ്റീസ് ജീവിതത്തിൽ സഹിച്ച പ്രശ്നങ്ങൾ, റിലേഷൻഷിപ്പിലായാലും എല്ലാത്തിലും സഹിച്ച ഫിനാൻഷ്യലി. അപ്പോൾ നമുക്ക് നമ്മുടെ പലരുടെയും ജീവിതം പലതാണ്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് റീബർത്ത് സെഷൻ, അന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ട് പോലും അല്ല റീബർത്ത് കൊടുത്തത്. അന്നെന്തോ അന്നങ്ങനെ കൊടുക്കാൻ തോന്നി, ഞാനങ്ങനെ കൊടുത്തു. ഒറ്റ സെഷൻ്റെ എക്സ്പീരിയൻസ് ആണ് കവിത പറയണത്. അപ്പോൾ അത് എനിക്ക് ഉറപ്പുണ്ട്, ഐ എം ഡാം ഷുവർ നിങ്ങൾ ആരും ഈ ഒരു ഇങ്ങനെയുള്ള ഒരു കാര്യം ചെയ്തിട്ടുണ്ടാവില്ല. ഒരു എന്താണ് മാം? അതാണ്, നിങ്ങൾ പുതിയൊരാളായിട്ട് ജനിക്കുന്ന ഒരു പ്രോസസ്സ്. നിങ്ങൾ തമാശല്ല. പുനർജന്മം. പുനർജന്മം. റീബർത്ത് എന്ന് വെച്ചാൽ പുനർജന്മം. ചെയ്യണമെന്നുണ്ട് മാഡം, ഇൻഡിവിജ്വലായിട്ട് ഒരു 2 മാസത്തെ ഒരു ഇതുണ്ട്, അത് കഴിഞ്ഞിട്ട് ചെയ്യണമെന്നുണ്ട്. അന്ന് റിൻഷു പറഞ്ഞല്ലോ, എനിക്കറിയാം. എനിക്ക് അത്രയും ആത്മാർത്ഥതയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇപ്പം നിങ്ങളിപ്പോൾ വരാൻ വേണ്ടിയിട്ടുള്ള ഇതിലൊന്നുമല്ല. അപ്പോൾ റീബർത്ത് എന്നൊരു സംഭവം ഉണ്ടല്ലോ,
അത് നമ്മൾ വേറൊരാളായിട്ട് നമ്മൾ വേറൊരു വ്യക്തിയായിട്ട് നമ്മൾ അതായത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കവിത പറയണതാണ്. കവിത എവിടെയാണ് ജനിച്ചത്, കവിതയുടെ എല്ലാ പ്രശ്നങ്ങളും മാറി കവിത ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് പോയി കവിത ജനിച്ചു എന്നുള്ളതാണ് കവിത പറയണത്. അതിന് ആ ഒരു സന്തോഷം എനിക്ക് ഉണ്ട്. കവിതയുടെ ആ ചിരി എൻ്റെ മനസ്സിൽ നിന്ന് മാറില്ല. അത്ര ഇതിലാണ് കവിതയ്ക്ക് മാത്രം എനിക്ക് ഇത്ര എക്സ്പീരിയൻസ്. പിന്നെ ഞാൻ റീബർത്ത് കൊടുത്തത് റാഫി എന്ന് പറഞ്ഞിട്ടുള്ള ദുബായിലുള്ള ഒരാളാണ്. അയാള് അധികം പിന്നെ എനിക്ക് അങ്ങനെ ആള് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അയാളുടെ ഉമ്മ മരിച്ചു പോയതാണ്. എനിക്കറിയില്ലായിരുന്നു ഉമ്മ മരിച്ചു പോയിന്നേ. ഉമ്മ മരിച്ചിട്ട് ഒരു 10 കൊല്ലം അങ്ങണ്ടായി. ഇപ്പം ഭാര്യയുണ്ട്, ഭാര്യ നല്ല സപ്പോർട്ടീവ് ആയതുകൊണ്ട് അങ്ങനെ പോകുന്നു. പക്ഷേ ഉമ്മ മരിച്ചു എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഞാനിത് ഇങ്ങനെ കൊടുത്തു ആളിത് കഴിയുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞപ്പോ അപ്പോഴാ പറയണേ എൻ്റെ ഉമ്മ മരിച്ചു പോയതായിരുന്നു, അങ്ങനെ ഇങ്ങനെ എനിക്ക് വല്ലാണ്ടായി പോയിട്ടെ. റാഫിനോട് ഞാൻ ആരെയൊന്നും ടെസ്റ്റിമോണിയിൽ വാങ്ങിക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, സത്യത്തിൽ അങ്ങനെയുള്ള കാര്യം ചെയ്തിട്ടില്ല. അപ്പോൾ റാഫിനെ കൊണ്ട് അന്നേരം പറയിപ്പിച്ച റാഫി പിന്നെ അത് കഴിഞ്ഞ് റാഫി പോയി. റാഫിയുടെ പിന്നെ ഒരു സെഷൻ പോലും എടുത്തിട്ടില്ല. പറഞ്ഞ 10 ഇൻഡിവിജ്വൽ സെഷൻ ആയിരുന്നു റാഫിയും കവിതയൊക്കെ ചെയ്തത്. റാഫിയുടെ 10-12 സെഷൻസ് ആയിരുന്നു അന്ന് കൊടുത്തിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ റാഫിക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ റാഫിക്ക് സോറിയാസിന്റെ അസുഖമായിരുന്നു, സ്കിൻ ഡിസീസ് ഉണ്ടായിരുന്നു. സ്കിൻ ഡിസീസ് വന്നത് എപ്പോഴാണെന്ന് അറിയാവോ? നമുക്ക് ഫൊഗീവ്നെസ് ഇല്ലാതാകുമ്പോഴാണ്, നമുക്ക് പുറത്തു കൊടുക്കാൻ പറ്റാണ്ടാകുമ്പോഴാണ് നമുക്ക് സ്കിൻ ഡിസീസ് വരുന്നത്. അപ്പോൾ അത് ഇപ്പോൾ അയാൾ മരുന്ന് കഴിക്കേണ്ടായിരുന്നു. ഓക്കെ, ഞാൻ കുറച്ച് ദിവസം കൊണ്ട് മെസ്സേജ് അയക്കണം എന്ന് ചോദിക്കാം, മറന്നു. ഇന്ന് എന്തായാലും ഞാൻ മെസ്സേജ് അയക്കും. അത് ഓക്കെ ആയിട്ടുണ്ട് ആൾക്ക്, പൂർണ്ണമായും മാറി എന്നൊന്നും അല്ല ഞാൻ പറയണത്. ഓക്കെ, അയാൾ കംഫർട്ടബിൾ ആണ്. അതിൻ്റെ ഒപ്പം തന്നെ മരുന്നും പോകുന്നുണ്ട്. പിന്നെ അയാൾ മെന്റലി ഓക്കെയാണ്. അങ്ങനെ പിന്നെ ഞാൻ റീബർത്ത് കൊടുത്ത് കവിതക്കാണ്. വേറെ കുറേ പേര് ഇൻഡിവിജ്വൽ സെഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സാഖി സെഷൻ വന്നിട്ട് ഒരു ഒറ്റ സെഷനാണ് സാഖി ഇരുന്നേക്കണം. ബാക്കി അവർക്ക് സമയത്തിന്റെ പ്രശ്നം കൊണ്ട് അവർക്ക് വരാൻ പറ്റില്ല, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ദുബായിലുള്ളവരാണ് മിക്കവരും. ഇൻഡിവിജ്വൽ സെഷന് വന്നവർ മൊത്തത്തിൽ മിഡിൽ ഈസ്റ്റിൽ നിന്ന് വന്നവരാണ്. കവിതയും വേറൊരു കാർത്തിക മാത്രമാണ് ഇവിടെ നിന്ന് വന്നത്. ബാക്കി എല്ലാവരും തന്നെ അവിടെ നിന്ന് വന്നതാണ്, മിഡിൽ ഈസ്റ്റ് പോകുന്നവരൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ ഈ സെഷനാണ് നമ്മൾ മെയിനായിട്ട് 2 പ്രോഗ്രാമാണ്. ഒന്ന് ഞാൻ മാമിന് മെസ്സേജ് അയച്ചിരുന്നു കേട്ടോ, കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. കണ്ട് ഓക്കെ പോകണമെന്ന് ഓർക്കുകയും ചെയ്തു. അപ്പോൾ ഒരു ഹീലിംഗ് ക്ലബ്ബ് വൈകുന്നേരത്തെ. അപ്പം ഈ മാസത്തെ ഹീലിംഗ് ക്ലബ്ബിൽ നമ്മൾ സാധാരണ സെൽഫ് ലവ്, ഫോർഗീവ്നെസ്, ഗ്രാറ്റിറ്റ്യൂഡ് അങ്ങനെ കുറേ കാര്യങ്ങളാണ് കൊടുക്കാറ്. അതിൻ്റെ മെഡിറ്റേഷൻ നല്ലതാണ്. ഈ മാസത്തെ എക്സ്ക്ലൂസീവായിട്ട് അത് ഞാനൊരാളോട് ഓഫർ പറഞ്ഞു, പിന്നെ എനിക്കത് മാറ്റാൻ പറ്റില്ല. അപ്പം ഞാൻ ചന്ത അങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ മാസത്തെ ഹീലിംഗ് ക്ലബ്ബിൽ ഇന്നർ ചൈൽഡ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് അടുത്ത മാസം ഓഫ് കോഴ്സ് ഞാൻ എൻ്റെ പ്രൈസ് 10,000 ആക്കും, ഉറപ്പാണ്. 10,000 ആക്കും. ഈ മാസം 5,000-നാണ് നമ്മൾ ഇന്നർ ചൈൽഡ് ഹീലിംഗ് അടക്കമുള്ള ഹീലിംഗ് ക്ലബ്ബ് കൊടുക്കുന്നത്. ഒരു ഇൻഡിവിജ്വൽ സെഷനുണ്ട്. അടുത്ത മാസം ഇൻഡിവിജ്വൽ സെഷൻ ഉണ്ടാവില്ല, ഫീസ് എന്തായാലും മാറ്റിയിട്ടുണ്ടാവും. അത് 2 ബാച്ച് ഉണ്ട്. ഒന്ന് 9 മണി 10 മണി വരെ, വേറൊരു ബാച്ച് 3 മണി വരെയും 4 മണി. രണ്ടും ലൈവാണ്. എനിക്ക് റെക്കോർഡർ കൊടുക്കാൻ വലിയ ഇപ്പം താല്പര്യമില്ല. എനിക്കൊരു ടീച്ചർ ആയിരുന്നുകൊണ്ടായിരിക്കാം, എനിക്ക് ആളുകളെ കണ്ട് സംസാരിക്കണം. അതുകൊണ്ടാണ് ലൈവ് കൊടുക്കണം. ഒന്ന് 3 മണി വരെ 4 മണി വരെ, പിന്നെ 9 മണി 10 മണി വരെ. 2 ഹീലിംഗ് സെഷൻ, 2 ക്ലാസ് ആണുള്ളത്. അതിൻ്റെ ഈ മാസത്തെ ഫീസ് 5,000 ആണ്. ഒരു ഇൻഡിവിജ്വൽ നിങ്ങൾ എവിടെ വേണമെങ്കിലും അന്വേഷിച്ച് നോക്കുള്ളൂ. ഈ ഒരു ഇൻഡിവിജ്വൽ മെൻറ്ററിങ്ങിന് 5,000 തുടങ്ങി 10,000 വരെ ഫീസ് ഉണ്ടാവും. നിങ്ങൾ അറിയാവുന്ന എത്ര മെൻറ്റേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾ അന്വേഷിച്ച് നോക്കും, 5,000 തുടങ്ങി 10,000 രൂപ വരെ ഫീസ് ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ്. ഇന്നർ ചൈൽഡ് ഹീലിംഗ് അതിലുണ്ടാവില്ല. ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മിറാക്കിൾ വൈബ്സ് എന്ന ലോ ഓഫ് അട്രാക്ഷൻ ഒരു കോഴ്സും കൂടെ ഞാൻ അതിൽ ആക്സസ് ചെയ്യും. ചിലപ്പോൾ അതിനൊരു ചെറിയൊരു പേയ്മെൻറ്റ്, ചിലപ്പോൾ ഒരു 100 രൂപയോ അല്ലെങ്കിൽ 200 അങ്ങനെ എന്തെങ്കിലും കാരണം അതൊരു ടാഗ് മാങ് എന്നുള്ള ഒരു ആപ്പിലാണ് ആ ക്ലാസ് റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അതിൽ കയറിങ് എൻട്രി ചാർജ് ഉണ്ട്. അത് ചിലപ്പോൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി, അല്ലെങ്കിൽ എടുക്കണ്ട. അപ്പോൾ അങ്ങനെ ഈ പ്രോഗ്രാം 5,000, ജസ്റ്റ് 5,000 ഇത് വർത്തായിരിക്കും. ഞാൻ ഈ സെയിം പ്രോഗ്രാം ഞാൻ പഠിച്ചത് 50,000 രൂപ കൊടുത്തിട്ടാണ് കേട്ടോ. ഞാൻ കൊടുക്കാൻ പോകുന്ന ഈ പ്രോഗ്രാം ഞാൻ പഠിച്ചത് 50,000 രൂപ കൊടുത്തിട്ടാണ്. അതുകൂടെ പറയും. അല്ല, ഞാൻ ഡയറക്റ്റ് പോയി ചെയ്തതാണ്. ഓഫ്ലൈൻ റെസിഡൻഷ്യൽ പ്രോഗ്രാം ആയിരുന്നു. ഇത് ഓൺലൈനിലാണ് ഞാൻ കൊടുക്കുന്നത്. 5,000 അതാണ് ഫസ്റ്റ് പ്രോഗ്രാം. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ഞാൻ ഇത്രയും പറഞ്ഞത് സത്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, എൻ്റെ എനർജി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഫർസാനെ കോൺടാക്ട് ചെയ്യുക. ഫർസാനയുടെ നമ്പറൊന്നും ഇട്ടോളൂ, ഫർസാനെ കോൺടാക്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ഒരു ക്ലാസ് എന്ന് പറയുന്നത് രാവിലത്തെ 5 മണി തുടങ്ങി 6 മണി വരെയുള്ള, അത് ചിലപ്പോൾ ചിലപ്പോൾ ഈ മാസം അങ്ങനെ നോക്കിയിട്ട് നോമ്പൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ നിർത്താൻ ചാൻസ് ഉണ്ട്. എന്നാലേ 6:30 തുടങ്ങി 7:30 വരെ രാവിലെയാണ്. 7:30-ക്കുള്ളിൽ ആ ക്ലാസ് കഴിയും. ആ ക്ലാസ്സിൽ ഈ പറയുന്ന വെൽത്തിൻ്റെ ആറ്റിറ്റ്യൂഡ്, ഇപ്പം മണി ആറ്റിറ്റ്യൂഡ്, നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ബിസിനസ്സിനെ പറ്റി പഠിക്കുന്നവരാണെങ്കിൽ, പണത്തെ ഡീൽ ചെയ്യുന്നവരാണെങ്കിൽ,
അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് കോച്ച് ആവാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ അതും ഇതിൻ്റെ കൂട്ടത്തിൽ നടക്കും. കാരണം വെൽത്ത് എന്ന് പറയുമ്പോൾ വെൽത്തിനെ മാത്രമായിട്ട് നമുക്ക് പഠിപ്പിക്കില്ല. എൻറ്റയർ പേഴ്സണാലിറ്റി മാറ്റിയാലേ നമ്മളിലേക്ക് വെൽത്ത് വരുള്ളൂ. സെൽഫ് ഐഡൻറ്റിറ്റി ഒക്കെ മാറ്റണം. സെൽഫ് ലോ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ വെൽത്ത് ക്ലബ്ബ് എന്ന് പറഞ്ഞ വെൽത്തിനെ പറ്റി പഠിപ്പിക്കണമെങ്കിലും ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രമേ അത് കംപ്ലീറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ നിങ്ങളുടെ കരിയർ മാറ്റും. എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു ലൈഫ് കോച്ചിങ്ങിന് പഠിപ്പിക്കണ്ടോ, UK എന്ന ഒരാളാണ് ചോദിച്ചത്. അയാൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ബീനു ഏതാണ് ഉണ്ടെന്നറിയില്ല കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു 2 മാസം കഴിഞ്ഞിട്ട് പോയി. അപ്പം ഞാൻ ഓക്കെ, അവർക്കും ഈ കണ്ടന്റാണ് വേണം. കണ്ടന്റ് വേണമല്ലോ പുള്ളി, അപ്പോൾ കൊടുക്കുക. അപ്പോൾ ലൈഫ് കോച്ചിങ് പോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലാസ് 6 മാസത്തേക്ക് നിങ്ങൾ എടുക്കുവാണെങ്കിൽ ഇറ്റ് ഇസ് വെൽ ആൻഡ് ഗുഡ്. അല്ല, നിങ്ങൾക്ക് 1 മാസത്തേക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് വരാം. അതിൻ്റെ ഫീസ് ഞാൻ പറയാം. 6 മാസത്തേക്ക് അതിൻ്റെ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 1 lakh-ആണ്. 6 മാസം ലൈവ് ക്ലാസ്. അല്ല, 1 മാസം മാത്രം മതി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 15,000 ആണ്. അതിൽ ഇന്നർ ചൈൽഡ് ഹീലിംഗ് സെപ്പറേറ്റ് ആയിട്ടുണ്ടാകും. നിങ്ങൾക്ക് 6 മാസത്തേക്ക് നിങ്ങളുടെ ഈ ഹീലിംഗ് ക്ലബിലേക്ക് നിങ്ങൾക്ക് എൻട്രി ഉണ്ടാവും. മൈൻഡ് പവർ ഒക്കെ നടത്തുന്ന എല്ലാ പ്രോഗ്രാമിലേക്കും നിങ്ങൾക്ക് എൻട്രി ഉണ്ടാവും. പിന്നെ നമ്മുടെ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സാണ്. അതും ഈ മൈൻഡ് പവർ ഈ ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് തന്നെയാണ്. അതിലുള്ള ആളുടെ അവിടെ ഇല്ല, റിൻസിയും ജാസ്മിനും ആണ് വന്നിട്ടില്ല. ഓക്കെ, എനിവേ സ്പോക്കൺ ഇംഗ്ലീഷ് അതും ലൈവാണ്. എല്ലാ ദിവസവും Monday to Friday 11 മണി 12 മണി വരെയാണ് ക്ലാസ്സിൻ്റെ സമയം എന്ന് പറയുന്നത്. സംസാരിച്ച് നിങ്ങളുടെ പേടിയും പരിഭ്രമവും വെപ്രാളവും ഒക്കെ മാറ്റിയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു പ്രോഗ്രാം. ഞാൻ ഇംഗ്ലീഷ് ടീച്ചറാണ് കേട്ടോ. ഇംഗ്ലീഷ് MA ലിറ്ററേച്ചറാണ് എൻ്റെ സബ്ജക്റ്റ്. BEd ഉണ്ട്. ഇപ്പോൾ സൈക്കോളജി പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് ഞാൻ IELTS ട്രെയിനറായിരുന്നു. സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷ് ക്വാളിഫിക്കേഷനുള്ള കാര്യങ്ങളാണ് ഞാൻ പഠിപ്പിക്കണേ. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ഉണ്ട്. ഇത്രയാണ് നമ്മുടെ ക്ലാസ്. എനിക്ക് ഒരുപാട് ക്ലാസ്സുകൾ നടത്തണമെന്നുള്ള ആഗ്രഹം സത്യത്തിലില്ല. എനിക്ക് പറയില്ല, എൻ്റെ ഫാമിലിനോടും കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു രീതിയിൽ ക്ലാസ്സുകൾ പോകണം. ഈ വീട്ടിലിരുന്ന് ഈ റൂമിലിരുന്ന് എനിക്ക് എടുക്കാൻ പറ്റണം. ഒരാൾക്കും അറിയുക പോലും ഇല്ല. അങ്ങനെ പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത്രയും ക്ലാസ്സസ് ഉണ്ട്. നിങ്ങൾക്ക് ഹീലിംഗ് പ്ലസ് വെൽത്താണ് ഇതിൽ രണ്ടിലെങ്കിലും. പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് 3 കാര്യങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഏതെങ്കിലും നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ വരാം. നിങ്ങൾക്ക് ഫർസാനെ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതൊരു അറിവായിട്ട് എടുക്കാം. ഒന്ന് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ടൂളുകൾ ടെക്നിക്കുകൾ എന്ന് പറഞ്ഞില്ലേ, ഇതൊന്നും ചെയ്തില്ലെങ്കിലും നമ്മുടെ അവയർനെസ് മാറ്റിയാൽ നമ്മുടെ ലൈഫ് മാറും. നമ്മുടെ ബോധം മാറ്റിയ ലൈഫ് മാറും. ഒന്നും ചെയ്യണ്ട. ഈ പറഞ്ഞ ഒന്നും ചെയ്തില്ലെങ്കിലും നിങ്ങളുടെ ഇപ്പോൾ ഈ പറഞ്ഞ ഞാൻ ആറ്റിറ്റ്യൂഡ് പറഞ്ഞു, 5 ആറ്റിറ്റ്യൂഡ് പറഞ്ഞു. 5 എനർജിയാണ് പറഞ്ഞത്. 5 ആറ്റിറ്റ്യൂഡ്. 5 സന്ദർഭങ്ങളിൽ നമ്മൾ ഈ യൂണിവേഴ്സിലേക്ക് കൊടുക്കുന്ന എനർജി എന്താണെന്നുള്ളതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. അതെങ്ങനെ മാറ്റണം എന്നും പറഞ്ഞു, എന്തായിരിക്കണം എന്ന് പറഞ്ഞു. ആ രീതിയിൽ അറിവ് കൂട്ടിയാൽ നമ്മുടെ ലൈഫ് മാറും. അറിവ് കൂട്ടി സ്പിരിച്വൽ എനർജി കൂട്ടിക്കഴിഞ്ഞാൽ, നമ്മുടെ ദൈവത്തോട് നമ്മൾ അടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ പുതിയ വെളിച്ചമൊക്കെ വരും. നമ്മൾക്ക് എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള ഒക്കെ വരും. എല്ലാ ഐഡിയാസും വന്നുകൊണ്ടേയിരിക്കും. അത് പറഞ്ഞ് വെറുതെ ഇരുന്നാലും പൈസ വരുമെന്ന് പറഞ്ഞു. അപ്പം നിങ്ങളുടെ ലൈഫ് മാറും കേട്ടോ, ഉറപ്പായിട്ട്. ഞാൻ എൻ്റെ നെഞ്ചി കഴിച്ച് പറയണേ, നിങ്ങളുടെ ലൈഫ്, നമ്മുടെ എല്ലാവരുടെയും, നിങ്ങളുടെ അല്ല നമ്മുടെ എല്ലാവരുടെയും ലൈഫ് മാറും. ആഗ്രഹിച്ച ഡയറക്ഷനിൽ നമുക്ക് ലൈഫിനെ കൊണ്ടുപോകാൻ പറ്റും. ഇതൊക്കെ പഠിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ എൻ്റെ ലൈഫിലെ മാറ്റങ്ങൾ വന്നപ്പോൾ എനിക്ക് ബോധമായി. ഇതാണ് ഈ മൈൻഡ് പവർ ട്രെയിനിങ്ങുകാരെല്ലാവരും പറയണത്. എല്ലാ ലൈഫ് കോച്ചസും പറയണത് ഇതാണ്. എന്തൊക്കെ മാറ്റങ്ങളായിട്ടായ എൻ്റെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടായത്, എൻ്റെ ലൈഫിൽ ഫ്രം ദ സ്ക്രാച്ചാണ് ഞാൻ മാറിയത്. മാറ്റങ്ങളുണ്ടായ കുറേ കഥ പറയാനുണ്ട്. കാരണം 2020 ആ ബാച്ചിൽ ഉണ്ടായിരുന്നവരാണ് ഞാൻ, കാർത്തിക, ഷീബ, അങ്ങനെ കുറച്ച് പേരുണ്ട്. ഞാൻ ഈ ട്രെയിനിങ് ഉണ്ടായിരുന്ന ആളുകൾ, അവർക്കറിയാം ഞാൻ എങ്ങനെ മാറി. ഇപ്പോഴും അവരെൻ്റെ ക്ലാസ്സിലുണ്ടെന്നുള്ളതാണ്. അപ്പോൾ എനിക്കൊരു കുറേ പറയുകയാണെന്ന് വെച്ചാൽ അത് ഫ്രം ദ സ്ക്രാച്ച് എൻ്റെ ലൈഫ് മാറി. റിലേഷൻഷിപ്പിൽ, ഹെൽത്തിൽ, വെൽത്തിൽ, കരിയറിൽ, എല്ലാ ഏരിയസിലും മാറി. എൻ്റെ ജീവിതം എനിക്കിഷ്ടമുള്ള രീതിയിലേക്ക് ഞാൻ തിരിച്ചു വിട്ട ഒരാളാണ്. എൻ്റെ സ്വപ്നമല്ല നിങ്ങളുടെ സ്വപ്നം, നിങ്ങളുടെ സ്വപ്നമല്ല അടുത്തേക്കാണ്. അത് വ്യത്യാസമാണ്. അത് നമ്മളോട് ദൈവം സംസാരിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ ലൈഫ് എങ്ങനെ മാറി എന്ന് വെച്ചാൽ, ഞാൻ ഈ അറിവ് നേടിയിട്ടുണ്ടല്ലോ, എൻ്റെ ലൈഫ് ഫ്രം ദ സ്ക്രാച്ച് മാറി. മൈൻഡ് പവർ, നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ശത്രുവാകാനും നിങ്ങളുടെ മിത്രമാക്കാനും പറ്റും. അത് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ആ മനസ്സ് പോകും. ഈ മനസ്സിനെ നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിലല്ല, എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ച് തീർന്നു പോകും. അല്ലെങ്കിലോ മനസ്സിനെ ഉപയോഗിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കുക. എൻ്റെ ജീവിതമാണ് ഞാനീ പറയാം. നിങ്ങളുടെ മൈൻഡ് പവർ നിങ്ങൾ ഉപയോഗിക്കുക. ഇതൊക്കെയാണ് ക്ലാസ്സുകൾ. ഞാൻ ഇൻഷാ അല്ലാഹ് പിന്നെ എപ്പോഴെങ്കിലും മെഡിറ്റേഷനൊക്കെ തരാം. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഓക്കെ.
താങ്ക് യു മാം. മാമിന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കട്ടെ. സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്. തിരിച്ചു താങ്ക് യു ഓക്കെ. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് മാം. സന്തോഷം. താങ്ക് യു സോ മച്ച്.